ഈ സെഷന്റെ അധ്യക്ഷൻ TPM ബഷീർ സാഹിബ്, ഈ സെമിനാറിന്റെ സംഘാടക സമിതി ചെയർമാൻ കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് K. മുനീർ സാഹിബ്, ഈ വിഷയം സേഫ് ഗാർഡിംഗ് ഡെമോക്രസി ഇൻ ഇന്ത്യൻ മീഡിയ എന്ന വിഷയം അവതരിപ്പിക്കുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രഗത്ഭരെ, മാധ്യമങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്തിനാണ് മാധ്യമങ്ങൾ ചർച്ചയാവുന്നത്, എന്തുകൊണ്ട് ചർച്ചയാവുന്നു എന്നുള്ളത്, അത് നാം ഒരു ജനാധിപത്യ രാജ്യത്തെ ജനങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒരു ജനാധിപത്യ രാജ്യത്തെ മാധ്യമങ്ങൾക്ക് സാധ്യതയുള്ളൂ. ആ ജനാധിപത്യ സംവിധാനത്തിലെ മാധ്യമങ്ങളെ കുറിച്ചുള്ള ചർച്ചയുടെ കാര്യമുള്ളൂ. ഒരു ഏകാധിപത്യ ഭരണത്തിലോ ഒരു രാജാധിപത്യ ഭരണത്തിലോ ഒരു പട്ടാള ഭരണത്തിനോ കീഴിലൊന്നും മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമേ ഇല്ല. കാരണം മാധ്യമങ്ങൾക്ക് അവിടെയൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. വിശാലാർത്ഥത്തിൽ ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യാറുണ്ട്. പക്ഷേ അവർക്ക് അവകാശങ്ങളില്ല, മാധ്യമ സ്വാതന്ത്ര്യമില്ല, മാധ്യമങ്ങൾക്ക് പ്രവർത്തന മേഖലയില്ല. പക്ഷേ ഇതെല്ലാമുള്ളൊരു രാജ്യത്ത് മാധ്യമങ്ങൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകുന്നത് ആ രാജ്യത്തിന്റെ ഭാവിയും ഭാഗതയും നിർണ്ണയിക്കാനുള്ള ശേഷി മാധ്യമങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അടിസ്ഥാനപരമായി ജനാധിപത്യം എന്നുള്ളത് ജനാഭിലാഷത്തിന്റെ ഭരണ സംവിധാനമാണ്. ആ ജനാഭിലാഷത്തെ സ്വാധീനിക്കാൻ, തെറ്റായ രീതിയിലും ശരിയായ രീതിയിലും സ്വാധീനിക്കാനുള്ള ശേഷി മാധ്യമങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് മാധ്യമങ്ങളെ കുറിച്ച് നാം എപ്പോഴും ആകുലരാകുന്നതും ചിന്തിക്കുന്നതും ചർച്ച ചെയ്യുന്നതും. തെറ്റായ ദിശയിൽ ചിന്തിക്കുന്ന, തെറ്റായ ദിശയിൽ ചലിക്കുന്ന, തെറ്റായ മാധ്യമ സംസ്കാരത്തിന്റെ വാഹകരായി മാറുന്ന മാധ്യമങ്ങൾ തെറ്റായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തെയും, തെറ്റായ ഒരു രാഷ്ട്രീയ സംസ്കാരം സ്വാഭാവികമായും തെറ്റായ ജനവിധിയെയും, തെറ്റായ ജനവിധി നാം ഇന്ന് അനുഭവിക്കുന്നത് പോലെയുള്ള തെറ്റായ രാഷ്ട്രധാരണയും രാഷ്ട്രസങ്കല്പവും ദേശസ്വരൂപവും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ഭരണകൂടത്തെയും നമുക്ക് തരുമെന്നും, ആ ഭരണകൂടത്തിൽ നമ്മളുടെ ജീവിതം ജനാധിപത്യ രാജ്യത്തെ പൗരന്മാരെന്ന നിലയിൽ ഒട്ടും സുഖകരമായിരിക്കില്ല എന്നുള്ളത് കൊണ്ടുകൂടിയാണ് മാധ്യമങ്ങൾ പലപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും നാം വലിയ ആശങ്കയോടുകൂടി, ആകുലതയോടുകൂടി ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാന പ്രശ്നം സമകാലിക ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഇന്ത്യയിലെ മാധ്യമങ്ങൾ, വലിയൊരു വിഭാഗം മാധ്യമങ്ങൾ വലിയ തോതിലുള്ള ഭരണകൂട വേട്ടയെ അതിജീവിക്കുകയോ അതിന് കീഴടങ്ങി നിശബ്ദരാകുകയോ ചെയ്യുകയാണ്. ലാപ്ടോപ്പ് മീഡിയ എന്നും അല്ലെങ്കിൽ ഗോഡി മീഡിയ എന്നൊക്കെ നിരന്തരം നാം മാധ്യമ ചർച്ചകൾ കേൾക്കുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ കണ്ണുരുട്ടലിന് മുന്നിൽ പണ്ട് അടിയന്തരാവസ്ഥക്കാലത്ത് എൽക്കാധ്വാനി മാധ്യമങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ കുഞ്ഞു നിൽക്കാൻ പറഞ്ഞപ്പോ മുട്ടിൽ ഇഴഞ്ഞു എന്നൊരു ആക്ഷേപം അധ്വാനി മാധ്യമങ്ങൾക്കെതിരെ ഉന്നയിച്ചിരുന്നു. അതേ രാഷ്ട്രീയ തത്വശാസ്ത്രത്തിന്റെ പിന്മുറക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മാധ്യമങ്ങൾ മുട്ടിലിഴയുക മാത്രമല്ല, പൂർണ്ണമായും ഭരണകൂടത്തിന്റെ ദാസ്യവേല ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യം മാറിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മാധ്യമങ്ങൾക്കുള്ളിലുള്ള ജനാധിപത്യമാണ്. മാധ്യമങ്ങൾ ഇന്ത്യയുടെ ഒരു പരിച്ഛേദമായി മാറുന്നുണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമൂഹ്യ കാഴ്ചപ്പാടിനെ, ഇന്ത്യയുടെ സാമൂഹ്യ ജീവിതത്തെ അതേ രീതിയിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. മാധ്യമങ്ങളുടെ സ്ഥാനം എപ്പോഴും പ്രതിപക്ഷത്തായിരിക്കണം. മാധ്യമം എപ്പോഴും പ്രതിപക്ഷത്ത് നിലയുറപ്പിക്കുമ്പോഴാണ് മാധ്യമം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ശരിയായ ഇടപെടൽ നടത്തുന്നത്. ഭരണകൂടത്തിന്റെ മെഗാഫോണായി മാധ്യമങ്ങൾ മാറുന്നതോടുകൂടി തന്നെ മാധ്യമങ്ങളുടെ അത്തരത്തിലുള്ളൊരു അവകാശവാദവും സ്വാതന്ത്ര്യവും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടാവും. മാത്രമല്ല, എത്രത്തോളം ജനാധിപത്യപരമാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്ന ചോദ്യമുണ്ട്. നമ്മുടെ മാധ്യമങ്ങളിൽ രാജ്യത്തെ ജനവിഭാഗത്തിന്റെ എല്ലാ വിഭാഗത്തിന്റെയും പ്രാതിനിധ്യമുണ്ടോ? രാജ്യത്തെ അപരവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയ ജനവിഭാഗങ്ങളുടെ ശബ്ദങ്ങൾ കേൾപ്പിക്കാൻ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്ന് ആലങ്കാരികമായി നാം പറയാറുണ്ട്. അങ്ങനെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദം നമ്മുടെ മാധ്യമങ്ങൾ കേൾപ്പിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം. നമുക്കറിയാം, ഇന്ന് മാധ്യമങ്ങൾ വലിയ ഭീഷണി നേരിടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കോർപ്പറേറ്റുകൾ മാധ്യമങ്ങൾ കൈയടക്കുകയും ഭരണകൂടം കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വിധേയരാകാതെ നിൽക്കുന്ന മാധ്യമങ്ങളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങൾ നിശബ്ദമാകുന്നുണ്ട്. അത് കേവലം മാധ്യമ പ്രവർത്തനത്തിന്റെ മാത്രം ഒരു പ്രശ്നമായി ലാഘവ ബുദ്ധിയ നമുക്ക് കാണാൻ കഴിയില്ല. കാര്യം മാധ്യമങ്ങൾ നേരിടുന്ന ഭീഷണി ആത്യന്തികമായി ജനാധിപത്യത്തിനും അടിസ്ഥാനപരമായി ഒരു നല്ല ജനത, പൗരന്മാരെന്ന നിലയിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനും നേരെ ഉണ്ടാകുന്ന വെല്ലുവിളിയാണ്. ഒരു പ്രയോഗമുണ്ട്, കാനറി ഇൻ ദ കോൾ മൈൻ എന്നൊരു പ്രയോഗമുണ്ട്. അതായത് ഒരു വലിയ അപകടം മുൻകൂട്ടി വിളിച്ചു പറയുന്ന അതിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അത് 19ാം നൂറ്റാണ്ടിൽ ഖനികളിലെ രാസവായു അല്ലെങ്കിൽ മനുഷ്യ ജീവൻ അപകടമാകുന്ന വാതകങ്ങളോ മറ്റോ ഖനികളിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പക്ഷികളെ അയക്കുമായിരുന്നു. ആ പക്ഷികൾ ജീവനോടെ തിരിച്ചു വന്നില്ലെങ്കിൽ മനുഷ്യൻ അങ്ങോട്ട് ഇറങ്ങില്ല. കാര്യം എന്തോ അപകടകരമായി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇന്ത്യൻ മാധ്യമങ്ങൾ ഇന്ന് അപകടകരമായ ഒരു അവസ്ഥ കാണിക്കുന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ മാധ്യമങ്ങളുടെ ചിറക് തളർന്നു പോയിട്ടുണ്ടെങ്കിൽ, അവർ കുഴഞ്ഞു വീഴുന്നുണ്ടെങ്കിൽ
ഒരു കാര്യം ഉറപ്പിക്കാം, നമ്മുടെ ജനാധിപത്യത്തിന് എന്തോ വലിയ അപകടം വരാൻ പോകും. അതിന്റെ സൂചന നാം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇത്തരം കാര്യങ്ങൾ വിശദമായി ഇവിടെ ഇന്ന് ചർച്ച ചെയ്യും. ഇനി ഇങ്ങനെ മാധ്യമങ്ങൾ ഇങ്ങനെ കുഴഞ്ഞു വീണാൽ, ഭരണകൂടത്തിന്റെ ദാസ്യവേലക്കാരായാൽ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഭീഷണിക്ക് വിധേയരായാൽ ആർക്കാണ് ദോഷം എന്നുള്ളതാണ്. അത് തീർച്ചയായും അതത് രാജ്യങ്ങളിലെ അതത് സമൂഹത്തിലെ ദുർബലരായ മനുഷ്യന്മാർക്കാവും ഭീഷണിയാവുക, അപരവൽക്കരിക്കപ്പെട്ട ശബ്ദം കുറഞ്ഞ മനുഷ്യന്മാർക്കാവും ഭീഷണിയാവുക. കാരണം ജനാധിപത്യമല്ലാത്ത ഏതൊരു സംവിധാനവും പ്രബലന്റെ ആധിപത്യമായിരിക്കും ഉണ്ടാവുക, ശക്തന്റെ ഭരണമായിരിക്കും നടക്കുക. സ്വാഭാവികമായും ദുർബലരായ ന്യൂനപക്ഷങ്ങളായ, അത് മതന്യൂനപക്ഷങ്ങൾ തന്നെയാവണമെന്നുമില്ല, മതന്യൂനപക്ഷങ്ങളാവാം, ഭാഷാ ന്യൂനപക്ഷങ്ങളാവാം, ലിംഗ ന്യൂനപക്ഷങ്ങളാവാം, ആരുമാകാം, അവരെല്ലാം അതിന്റെ ഭീഷണി നേരിടേണ്ടി വരുന്ന ജനവിഭാഗമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു CH മുഹമ്മദ് കോയ സെമിനാർ തീർച്ചയായും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് വലിയ തോതിലുള്ള അവബോധമുണ്ടാക്കിയെടുത്ത, ഭരണപരമായി അതിന് പ്രായോഗിക രൂപം നൽകിയ ഒരു മഹാമനുഷ്യയുടെ ഓർമ്മ തുടികൊട്ടുന്ന ഈ ഒരു സദസ്സിൽ ഇത്തരമൊരു വിഷയം ചർച്ച ചെയ്യേണ്ടത് സ്വാഭാവികമായും അനിവാര്യമാണ്. അത് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിന് ഇന്ത്യയുടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ച് ഏറ്റവും വിമർശനാത്മകമായി വിലയിരുത്താൻ കഴിയുള്ള ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണനാണ്. അദ്ദേഹം ഇന്ത്യയുടെ കഴിഞ്ഞൊരു 3 പതിറ്റാണ്ട് കാലം ഡൽഹി കേന്ദ്രീകരിച്ച് ഉത്തരേന്ത്യയുടെ എല്ലാ മേഖലകളിലും എല്ലാ രാഷ്ട്രീയ ചലനങ്ങളും അതിന് ഭാഗമാവുകയും ദൃക്സാക്ഷിയാവുകയും ചെയ്തൊരു മാധ്യമ പ്രവർത്തകനാണ്. 90-കൾക്ക് ശേഷമുണ്ടായ രാഷ്ട്രീയ ചലനങ്ങളെ നേരിട്ട് കണ്ട ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ തീർച്ചയായും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഏറെ കേൾക്കാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഈ സെഷനിൽ അധ്യക്ഷം വഹിക്കാൻ വേണ്ടി TPM ബഷീറിനെ ക്ഷണിക്കുന്നു. നിർത്തുന്നു. പ്രിയപ്പെട്ട ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ അവർ, പ്രിയപ്പെട്ട ശ്രീ അഷ്റഫ് ആളോ, ഡോക്ടർ MK മുനീർ സാഹിബ് ഉൾപ്പെടെ സദസ്സിലെ പ്രിയപ്പെട്ടവരെ, കേവലം 56 വർഷം മാത്രം ജീവിക്കുകയും അത്രയും കാലത്തെ ജീവിതം കൊണ്ട് 1 നൂറ്റാണ്ടിലേറെ നേടാൻ കഴിയുന്ന സംഭാവനകൾ ഈ സമൂഹത്തിന് നൽകുകയും ചെയ്തുകൊണ്ടാണ് CH ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത്. ആ CHന്റെ നാമധേയത്തിൽ ക്രേസ് എഡ്യൂക്കേഷൻ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ CHന്റെ സർവകലാശാലയിൽ സ്ഥാപിതമായിട്ടുള്ള CH ചെയർ ഫോർ സ്റ്റഡി ഓൺ ഡെവലപ്പിംഗ് സൊസൈറ്റീസ് എന്ന ചെയറിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ ഒരു സെമിനാർ ഇന്നും നാളെയുമായിട്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സമഗ്രമായ ഒട്ടേറെ വിഷയങ്ങളിൽ ചർച്ച നടക്കുകയുണ്ടായി. നാളെയും ഒട്ടേറെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ സംബന്ധിക്കുന്ന സെമിനാർ പുരോഗമിക്കുകയാണ്. സേഫ്ഗാർഡിംഗ് ഡെമോക്രസി ഇൻ ഇന്ത്യൻ മീഡിയ എന്ന വിഷയത്തിൽ നമുക്ക് സംസാരിക്കാൻ, ഈ വിഷയം അവതരിപ്പിക്കാൻ ആധികാരികമായി കഴിയുന്ന ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണനെ പോലുള്ളയാളെയാണ്, മഹാവ്യക്തിത്വത്തെയാണ് ഇവിടെ സംഘാടകർ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. മാധ്യമവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നമുക്കെല്ലാം അറിയുന്ന പോലെ ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളിൽ ഒന്നാണ് മാധ്യമങ്ങൾ എന്ന് നമുക്കെല്ലാം അറിയാം. അതിൽ 3 കാര്യങ്ങൾ എത്രമാത്രം പ്രധാനമാണെന്ന് അറിയുമ്പോഴാണ് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും പോലെ പ്രധാനമാണ് മീഡിയ എന്നത്. അങ്ങനെ വിലയിരുത്തുമ്പോഴാണ് മീഡിയയുടെ പ്രാധാന്യം എന്താണ്, എത്രത്തോളമാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ എന്ന് നമുക്ക് ബോധ്യമാവുക. സത്യവും നീതിയും സമത്വവും ലക്ഷ്യമാക്കി നമ്മുടെ മീഡിയകൾ പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളുടെ ധർമ്മങ്ങൾ നിർവഹിക്കപ്പെടുക. മാത്രമല്ല, ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പങ്കുണ്ടെന്ന് പറയുന്നത് ഭരണകൂടങ്ങൾക്ക് മുമ്പിൽ തലകുനിക്കാത്ത മാധ്യമങ്ങളെക്കുറിച്ചാണ്. എന്നാൽ കുറച്ച് വർഷങ്ങളായി, 1 ദശകത്തിലേറെയായി പ്രത്യേകിച്ചും ഫാസിസ്റ്റ്വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിൽ, ഒരു സാമ്പ്രദായിക രീതിയിൽ അതിനെതിരെ ഒരുപക്ഷെ ജാഗ്രതയായി നിലകൊള്ളേണ്ട മീഡിയകൾ പലതും ഭരണകൂടങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വഴിമാറിപ്പോകുന്ന, ഭരിക്കുന്നവരുടെ മെഗഫോണായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുടെ
അത്തരം ഭരണകൂടങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾക്കെതിരായി ഒരുപക്ഷെ അതിശക്തമായി നിലകൊള്ളുന്നത് സോഷ്യൽ മീഡിയകളാണ്. ദുബറാത്തിയെ പോലുള്ള ഭരണകൂടങ്ങൾ ആവർത്തിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നുണകൾ പൊളിച്ചെഴുതുന്ന സോഷ്യൽ മീഡിയകളാണ് ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ഈ മാധ്യമധർമ്മം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നിർവഹിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും ഒരു ജനാധിപത്യ സമൂഹത്തിൽ ജനങ്ങളുടെ മനോഭാവം രൂപപ്പെടുത്തുന്നതിൽ, അവരുടെ വീക്ഷണം ശരിപ്പെടുത്തുന്നതിലൊക്കെ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. പക്ഷേ ജനങ്ങളുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കുന്നതിനു പകരം, ജനങ്ങളുടെ ശബ്ദമായി മാറുന്നതിനു പകരം ഭരണവർഗത്തോട് ഒട്ടി നിൽക്കാൻ മാത്രമല്ല, അവരുടെ അജണ്ടകൾ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ചർച്ച ചെയ്യുന്ന അവരുടെ അജണ്ടകൾ മാധ്യമങ്ങളുടെ അജണ്ടകളായി മാറുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രാത്രികാലങ്ങളിൽ നടക്കുന്ന പല ചർച്ചകളും ഒരുപക്ഷെ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ബന്ധവുമില്ലാത്ത ആളുകളെ പോലും ചർച്ചകളിൽ അവതരിപ്പിച്ചുകൊണ്ട് അവർക്ക് വേദി ഒരുക്കി കൊടുക്കുന്ന, അവരുടെ വീക്ഷണങ്ങൾക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന സ്ഥിതിവിശേഷം മലയാള മാധ്യമങ്ങളിൽ പോലും ഉണ്ട്. ആധികാരികമായി തന്നെ ഈ കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ ഉള്ളതുകൊണ്ട് ഞാനൊരു വാക്കുകൾ ദീർഘിപ്പിക്കുന്നേയില്ല. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഈ മാധ്യമരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളുടെ നിഷ്പക്ഷതയെക്കുറിച്ച് പറയും. എന്തിനാണ് മാധ്യമങ്ങൾ നിഷ്പക്ഷമാകുന്നത്? മാധ്യമങ്ങൾക്ക് നിലപാടുണ്ടായാൽ മതി. രാജ്യത്ത് സംഭവിക്കുന്ന ഓരോ വിഷയങ്ങളിലും നിലപാടുകൾ ഉണ്ടാവുക എന്നതും ഉള്ള നിലപാടുകൾ തുറന്നു പ്രഖ്യാപിക്കാൻ സാധിക്കുക എന്നതുമാണ് മാധ്യമങ്ങളുടെ ശരിയായ സാഹചര്യമായി മാറേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. പലപ്പോഴും പറയും മാധ്യമങ്ങൾ നിഷ്പക്ഷമാകണമെന്ന്. എന്തിനാണ് നിഷ്പക്ഷമാകുന്നത്? ഓരോ വിഷയത്തിലുമുള്ള നിലപാടുകൾ ആർജവത്തോടുകൂടി പ്രഖ്യാപിക്കുമ്പോഴാണ് മാധ്യമങ്ങൾ അവരുടെ ധർമ്മം നിർവഹിക്കാൻ പ്രാപ്തമാവുക എന്ന് വിചാരിക്കും. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണന്റെ പ്രത്യേകത, അദ്ദേഹം പ്രിന്റ് മീഡിയയിലും അതുപോലെ ദൃശ്യ മാധ്യമത്തിലും അതോടൊപ്പം ഓൺലൈൻ മീഡിയയിലും 3 മേഖലയിലും, നേരത്തെ നമുക്ക് പ്രിന്റ് മീഡിയ മാത്രമാണ് ഉണ്ടായിരുന്നത്, അത് കഴിഞ്ഞ് ചാനലുകൾ വന്നു. ഇപ്പോൾ ഒരുപക്ഷെ ഈ 2 മാധ്യമങ്ങളെക്കാളും മികച്ചു നിൽക്കുന്ന വിധത്തിൽ, ഒരുപക്ഷെ കൂടുതൽ ആളുകളിലേക്ക് സ്വതന്ത്രമായി കടന്നു ചെല്ലാൻ കഴിയുന്ന വിധത്തിലേക്ക് ഓൺലൈൻ മീഡിയ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, സ്വാധീനം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ 3 മേഖലയിലും പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു പ്രമുഖ പത്രപ്രവർത്തകനാണ് അദ്ദേഹം. ആ നിലയിൽ അദ്ദേഹം ഈ സെമിനാറിൽ ഏറ്റവും ആപ്റ്റായ വ്യക്തിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ബാബരി മസ്ജിദ് ഇഷ്യൂ, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കലാപങ്ങൾ, കശ്മീരിലെ സൈനിക നടപടികൾ തുടങ്ങിയിട്ടുള്ള ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒട്ടേറെ മുഹൂർത്തങ്ങളിൽ ദൃക്സാക്ഷിയായിരുന്നു. നേരിട്ട് ആ സംഭവങ്ങൾ വീക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ്. അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തി കൂടിയാണ് നമ്മുടെ അതിഥി. അദ്ദേഹം ഇപ്പോൾ ദ ഏഡൻ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മീഡിയയുടെ മാനേജിംഗ് എഡിറ്ററായിട്ട് പ്രവർത്തിക്കുക കൂടിയാണ്. ടെലിഗ്രാഫിലും BBC-യിലും ഫ്രണ്ട് ലൈനിലും ദ ഹിന്ദുവിലും ഒക്കെ അദ്ദേഹം, ഇന്ത്യ വിഷൻ ചാനലിൽ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെതായ ഇടം കണ്ടെത്തുകയും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹത്തെ പലപ്പോഴും നമുക്ക് കേൾക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മനസ്സിലാക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. CH ചെയറിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ അദ്ദേഹത്തെ വീണ്ടും ഒരിക്കൽ കൂടി വളരെ സന്തോഷപൂർവ്വം കേൾക്കുകയാണ്. അദ്ദേഹത്തെ സംസാരിക്കുന്നതിന് വേണ്ടി ആദരവോടുകൂടി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ CP സൈദലലി,
പരിചയപ്പെടുത്തൽ നടത്തിയ TPM ബഷീർ, പ്രിയ സുഹൃത്ത് MK മുനീർ, CHന്റെ നാമധേയത്തിലുള്ള യൂണിവേഴ്സിറ്റി ചെയറിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ സെമിനാർ പരമ്പരയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ചരിത്രപരമായ ഒരു വീക്ഷണം അല്ലെങ്കിൽ പരിപ്രേക്ഷ്യം അതാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും CHന്റെ നാമധേയത്തിലുള്ള ഈ പരമ്പരയുടെ പൊതു തലക്കെട്ട് ഓൺ ദ ഗ്രേ ഏരിയാസ് ഓഫ് കോണ്ടംപററി ഇന്ത്യ എന്നുള്ളത് വളരെ സാർത്ഥകമായ CHന്റെ ദൈക്ഷണിക ജീവിതത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളിൽ അദ്ദേഹം വലിയ രീതിയിൽ അന്വേഷണ വിധേയമാക്കിയ കറുപ്പും വെളുപ്പുമല്ലാത്ത അതിൻ്റെ ഇടയിലുള്ള മങ്ങലിൻ്റെ ഒരുപാട് ഈശൽ ഭേദങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ച, അത് ലോകത്തിന്, പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിന് നൽകാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ പേരിലുള്ള പ്രഭാഷണത്തിൽ ഈ ഒരു വിഷയമാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഗ്രേയെ പറ്റിയുള്ള ഊന്നൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അടിവരയിട്ടുകൊണ്ട് CHും ഞാനും എന്നിലെ മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള ഒരു ബന്ധത്തെ കൂടി അടയാളപ്പെടുത്തിക്കൊണ്ട് 1983 ഓഗസ്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് മാധ്യമപ്രവർത്തകനാവുന്നത്. ദേശാഭിമാനിയിൽ ഒരു സബ് എഡിറ്റർ കം റിപ്പോർട്ടറായിട്ട്. കോഴിക്കോടായിരുന്നു ജോയിൻ ചെയ്തത്. CH ആ സമയത്ത് ഓഗസ്റ്റിൻ്റെ അവസാന ആഴ്ചയിൽ ബാലുശ്ശേരി, പേരാമ്പ്ര ഭാഗങ്ങളിൽ ചില പൊതുയോഗങ്ങൾ നടത്തുകയുണ്ടായി. ആ 1-2 പൊതുയോഗങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി ഉള്ള അവസരം എനിക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു CH മദ്രാസിലേക്ക് പോകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന അവസാനത്തെ ഒരു മദ്രാസ് വഴിയാണ് ഹൈദരാബാദിലേക്ക് പോയിരുന്നു. അപ്പോൾ അതിന് മുമ്പുള്ള ഒരു അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ചില പൊതുപരിപാടികളായിരുന്നു കോഴിക്കോട്ടെ. അത് കവർ ചെയ്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തനം ആരംഭിച്ചത്. അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ അത്തരം ഒരു മാധ്യമപരമായ ഇടപെടൽ നടത്താൻ എനിക്ക് സാധിച്ചു എന്നതിൻ്റെ ഒരു ഓർമ്മ കൂടി ഇവിടെ അടയാളപ്പെടുത്തുകയാണ്. നമ്മൾ വിഷയത്തിലേക്ക് വരുമ്പോൾ ആമുഖ പ്രഭാഷകനും അധ്യക്ഷനും ഒരുപോലെ അടിവരയിട്ടിട്ടുള്ള ഒരു കാര്യം, ജനാധിപത്യവും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധം അത് വളരെ രൂഢമൂലമായിട്ടുള്ളതാണ്, അടിസ്ഥാനപരമാണ്. എന്നാൽ മാധ്യമങ്ങളെ ഫോർത്ത് എസ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ 4ാം തൂണ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് മാധ്യമങ്ങളും ജനാധിപത്യവും തമ്മിൽ, അല്ലെങ്കിൽ തുറന്നു പറയാനുള്ള മനുഷ്യൻ്റെ അവകാശവും, അത് ജനാധിപത്യത്തിൻ്റെ ആധാരശിലയാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച്, തുറന്നു പറയാനുള്ള, തുറന്ന് സംസാരിക്കാനുള്ള മനുഷ്യൻ്റെ അവകാശം, അത് ജനാധിപത്യത്തിൻ്റെ ആധാരശിലയാണെന്നും അതിനെ വലിയ രീതിയിൽ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടിത
ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള സാമ്പ്രദായികമായിട്ടുള്ള ഒരു രൂപമാണ് മാധ്യമങ്ങൾ എന്നതിനാൽ ജനാധിപത്യവും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധം അടിസ്ഥാനപരമാണ്, ഫണ്ടമെന്റലാണ്. എന്തുകൊണ്ടാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്? നമുക്ക് വേറെ 3 എസ്റ്റേറ്റുകളുണ്ട്. നമുക്ക് എക്സിക്യൂട്ടീവ് ഉണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. ഇവയാണ് 3 എസ്റ്റേറ്റുകൾ എന്ന് വിളിക്കുന്നത്, 3 estates ഓഫ് ഡെമോക്രസി എന്ന് വിളിക്കുന്നത്. ഈ 4ാമത്തെ എസ്റ്റേറ്റിന്റെ പണി എന്താണ് പിന്നെ? 4ാമത്തെ എസ്റ്റേറ്റിന്റെ പണി ഈ 3 എസ്റ്റേറ്റുകളിലും എന്താണോ നടക്കുന്നത് അതിനെ പരിശോധിക്കുക, അതിനെ വിശകലനം ചെയ്യുക, അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ ഉയർത്തി കാണിക്കുക. 3 എസ്റ്റേറ്റിൻ്റെയും. അതുകൊണ്ടാണ് മാധ്യമങ്ങളുടെ പണി പ്രതിപക്ഷത്തിൻ്റെ പണിയാണ്, ഓപ്പോസിഷൻ്റെ പണിയാണ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ, നമ്മുടെ പ്രൈമറി പ്രിമൈസ് എന്ന് പറയുന്നത്. നമ്മുടെ അടിസ്ഥാനപരമായി നമ്മുടെ പരിഗണനാ വിഷയം മാധ്യമങ്ങളും ജനാധിപത്യവും തമ്മിലുള്ള ബന്ധം എന്താണ്, ആ ബന്ധത്തിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന അല്ലെങ്കിൽ അവർക്കുണ്ടാവേണ്ട പങ്കെന്താണ്, അവർ വാച്ച് ഡോഗ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. വാച്ച് ഡോഗ് എന്ന് വിളിക്കുന്നത് സമൂഹത്തിൻ്റെ വാച്ച് ഡോഗ് എന്ന് പലപ്പോഴും ഇത് പറഞ്ഞു പോകാം. പക്ഷെ സമൂഹത്തിൻ്റെ വാച്ച് ഡോഗ് മാത്രമല്ല, ഈ 3 എസ്റ്റേറ്റുകളുടെ, എക്സിക്യൂട്ടീവിൻ്റെ, ജുഡീഷ്യറിയുടെ, ലെജിസ്ലേച്ചറിൻ്റെ, നമ്മൾ പറയുന്ന കൂട്ടത്തിൽ പലപ്പോഴും ഭരണകൂടം എന്ന് പറയുമ്പോൾ അത് എക്സിക്യൂട്ടീവിൻ്റെ മാത്രം ഒരു പ്രശ്നമാണെന്ന് നമുക്കൊരു തെറ്റിദ്ധാരണ വരാം. When we talk about state repression, we normally talk about the kind of oppressive measures that are taken by the executive. But the job of the fourth estate is to address all 3 estates and analyze their functioning, interpret their functioning, and criticize their functioning as and when needed. That is why the role of the media is equivalent to the role of the opposition. അപ്പോൾ ഈ ഒരു പ്രിമൈസിൽ നിന്നുകൊണ്ടാണ്, ഈ പരിഗണനാ വിഷയത്തിൽ നിന്ന്, ദിസ് ഇസ് ദ ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് ഓൺ വിച്ച് ദിസ് ഹോൾ ഡിസ്കഷൻ വിൽ ഹാവ് ടു ബി ടേക്കൺ ഫോർവേഡ്. അങ്ങനെ ഈ ഒരു പരിഗണനാ വിഷയത്തിൽ വെച്ച് മുന്നോട്ട് നോക്കുമ്പോൾ സമകാലികമായ അവസ്ഥയിൽ നമ്മൾ കാണുന്ന ഗ്രേ ഷെയ്ഡ്സ്, ചാരത്തിൻ്റെ ഈശൽ ഭേദങ്ങൾ, അതിൽ ചിലതൊക്കെ സൈദലവിയും ബഷീറും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായി ചില കാര്യങ്ങൾ. പക്ഷേ ചാരത്തിൻ്റെ ഈശൽ, മെനി ഷെയ്ഡ്സ് ഓഫ് ഗ്രേ, അങ്ങനെ ഞാൻ കാണുന്നത് 4 ഭാഗങ്ങളായിട്ടാണ്. അതിൽ ആദ്യത്തേത് ഓഫ്കോഴ്സ് ദി എക്സ്റ്റേണൽ ത്രെറ്റ്സ് ടു മീഡിയ ഡെമോക്രസി ഓർ ഡെമോക്രസി ഇൻ മീഡിയ. മാധ്യമങ്ങളിലുള്ള ജനാധിപത്യത്തിന് ബാഹ്യമായിട്ടുണ്ടാകുന്ന വെല്ലുവിളികൾ. അതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വളരെ രൂക്ഷമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് 10 വർഷത്തിൻ്റെ മാത്രം സൃഷ്ടിയല്ല. ഇന്ത്യയിൽ ലോകത്തെല്ലായിടത്തും മാധ്യമങ്ങൾ ഉണ്ടായ കാലം മുതൽ തന്നെ ഈ എക്സ്റ്റേണൽ ത്രെറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ വരാം. രണ്ടാമത് ഇന്റേണൽ പ്രോബ്ലംസ്, ആന്തരികമായ, മാധ്യമങ്ങൾക്കുള്ള ആന്തരികമായ പ്രശ്നം. അതിനെപ്പറ്റിയും ഇവിടെ ഒരു സൂചന ഉണ്ടായി. മാധ്യമധർമ്മം പുലർത്താത്ത മാധ്യമ പ്രവർത്തനത്തെ പറ്റി സംസാരിക്കില്ല. പിന്നെ അത് മാത്രമല്ല ഇന്റേണൽ പ്രോബ്ലംസ് കഴിഞ്ഞു.
മൂന്നാമത്തത് സിസ്റ്റമാറ്റിക് സബോട്ടേജ് ഓഫ് ഡെമോക്രസി ഇൻ മീഡിയ. മാധ്യമങ്ങളുടെ സ്ട്രക്ചറിൽ തന്നെ, അവരുടെ രൂപഘടനയിൽ തന്നെ ജനാധിപത്യ വിരുദ്ധമായ കുറേ അംശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. ഈ 4 പോയിന്റ് ആദ്യം പറഞ്ഞു പോവുകയാണ്. അവസാനം നമുക്ക് സമീപകാലത്ത് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയെ പറ്റിയുള്ള പരാമർശങ്ങൾ കൂടെ ഉണ്ടായി. സോഷ്യൽ മീഡിയ വളരെ ശ്ലാഘനീയമായ ഒരു സാധനമാണ് എന്നൊരു സൈനികൻ പറയുന്നത് ശരിയാണ് ഒരു പരിധി വരെ. പക്ഷേ സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് ഇത്തരത്തിലുള്ള വെബ് 3.0 അധിഷ്ഠിതമായിട്ടുള്ള യന്ത്രങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിയുകയും നമ്മുടെ ജീവിതത്തിൻ്റെ മിക്കവാറും സമയത്തെ ഒരു ദൈനം 24 മണിക്കൂറിലെ ഏതാണ്ട് 17-18 മണിക്കൂർ നമ്മളെ അപഹരിക്കുന്ന വെബ് 3.0 അധിഷ്ഠിതമായ ഇത്തരത്തിലുള്ള സംവേദന സാമഗ്രികൾ അവർ ഉണ്ടാക്കുന്ന ഒരു പുതിയ പ്രശ്നമുണ്ട്. ഈ ഗ്രേ ഏരിയാസിനെ പറ്റി സംസാരിക്കുമ്പോൾ ആ പുതിയ പ്രശ്നത്തെപ്പറ്റി CHR പോലെയുള്ള ഒരു സ്ഥാപനം, അതിൻ്റെ ഭാഗഭാഗമായിട്ടുള്ള ആൾക്കാർ, അവർ ഈ 4ാമത്തെ ഘടകത്തെ പറ്റി വളരെ സജീവമായി ആലോചിക്കുകയും ആ ആലോചന നമ്മളെ എങ്ങോട്ടാണ് എത്തിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണം. ആ ആലോചന നമ്മളെ എത്തിക്കുന്നത് പ്രോബ്ലംസ് വിത്ത് ദി ഓഡിയൻസ് എന്ന് പറയുന്ന 4ാമത്തെ ഒരു പ്രശ്നത്തിലേക്കാണ്. ഞാൻ പറഞ്ഞു എക്സ്റ്റേണൽ ത്രെറ്റ്സ്, internal problems, systemic sabotage, and finally a problematic audience. ഇതാണ് ഈ ഗ്രേ ഷെയ്ഡ്സിനെ പറ്റി സംസാരിക്കുന്ന കാലത്ത് നമ്മൾ ഏറ്റവും സൂക്ഷ്മമായി പഠിക്കേണ്ടതും ഏറ്റവും കൃത്യമായി മനസ്സിലാക്കേണ്ടതും ഏറ്റവും സജീവമായ ഒരു ചെറുത്തുനിൽപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞു ഈ എക്സ്റ്റേണൽ പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മൾ അതിഭീകരമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. Habibullah Sahab, for a benefit, I will just sum up what I was trying to say. I was saying that that the question of democracy is inherent in the very concept of the 4th estate. That is why it's the 4th estate. Its job is to look at the executive, judiciary, legislature, analyze their functioning, interpret it, and also criticize it, and be the watchdog for these 3 other estates. That's the fundamental premise of 4th estate as such. But there are many grey shades, and I say that that the media has existed all across the world, and when it addresses the question of democracy of the media, within the media, and the kind of democratic concept that the media propagates, it faces 4 types of problems. One is the external threats, then you have the internal problems, internal deficiencies, then we have the systemic sabotage that is inherent within the very structure of the media, and finally I say that in the era of social media and internet we have a 4th component which of course goes largely unaddressed, which is the problem of the problematic audience. I'm getting into the details of all these 4 factors. അപ്പോൾ പറഞ്ഞതുപോലെ ഈ 4 ഘടകങ്ങളിലേക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് കടക്കാം. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ ഇന്ത്യൻ മാധ്യമ രംഗത്ത് കണ്ടിട്ടുള്ളത് അവിശ്വസനീയമായിട്ടുള്ള എക്സ്റ്റേണൽ ത്രെറ്റ്സിൻ്റെ റിപ്രഷൻ്റെ ഒരു കാലഘട്ടമാണ്. പ്രസ് ഫ്രീഡം ഇൻഡെക്സിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്തതെന്ന് അറിയാം. ഓരോ വർഷവും 2014 ലോക പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 150 രാജ്യങ്ങളുള്ള പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ
ഇന്ത്യയുടെ സ്ഥാനം ഏതാണ്ട് 130-നടുത്തായിരുന്നു. അത് വലിയ ഗുണമുള്ള സംഭവമായിരുന്നില്ല, പക്ഷെ 130 130 ഔട്ട് ഓഫ് 180 ആയിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അത് കുറഞ്ഞ് 161 വരെ എത്തിയിരുന്നു 2023. എന്നുവെച്ചാൽ 19 രാജ്യങ്ങൾ മാത്രമേ നമ്മളെക്കാൾ മോശമായിട്ടുള്ളൂ. ലോകത്തുള്ള 180 രാജ്യങ്ങളിൽ 19 രാജ്യങ്ങൾ മാത്രമാണ് നമ്മളെക്കാൾ മോശം. 2023 കഴിഞ്ഞ കൊല്ലം 2 പോയിന്റ് തിരിച്ചു കയറി 159 ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഓവറോൾ പാരാമീറ്റേഴ്സ് ഒക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 2023 2024 തമ്മിലുള്ള സമയത്ത് ഓവറോൾ മീഡിയ ഇൻഡെക്സ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലുള്ള കണക്ക് സ്ഥാനത്തിന് ചെറിയൊരു കാറ്റുണ്ടായെങ്കിലും അതിൻ്റെ ഓവറോൾ ഇൻഡെക്സിൽ ഉള്ള സാധനം 1 മിനിറ്റ് അത് ഓവറോൾ ഇൻഡെക്സിൽ സ്കോറ് നമ്മൾ 161 സ്ഥാനത്തുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ സ്കോറ് 36.62%. 36.62. നമ്മൾ 161 സ്ഥാനത്തായിരുന്ന സമയത്ത്. ഇക്കൊല്ലം നമ്മൾ 159. നമ്മൾ കുറച്ച് 2 സ്റ്റെപ്പ് കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഓവറോൾ പെർഫോമൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറവാണ്. ഇറ്റ്സ് ഓൺലി 31.28%. അപ്പോൾ ഈ എക്സ്റ്റേണൽ ത്രെറ്റ്സിൻ്റെ ഒരു പരമ്പര കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമ്മൾ കാണുന്ന സാധനം ജമ്മു ആൻഡ് കാശ്മീരാണ്. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ഞാൻ നയിക്കുന്ന ഈ ഐഡം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ ഭരണഘടനയുടെ 370-ാം അനുച്ഛേദം റദ്ദാക്കിയ 2019 മുമ്പുള്ള കാലവും അതിനുശേഷം ഉള്ള കാലവും പൂർണ്ണമായി പരിശോധിച്ചുകൊണ്ട് ജമ്മു കാശ്മീർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്രീ സ്പീച്ച് കളക്റ്റീവ് എന്ന് പറയുന്ന സംഘടന നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുകയുണ്ടായിരുന്നു. അപ്പം അതിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ ഘട്ടം ഘട്ടമായിട്ടുള്ള തകർച്ച കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റിന് പോലും അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലടക്കപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ എത്രയോ ആണ് ജമ്മു കാശ്മീർ. 2014 2024 ഇടയിലുള്ള കണക്കിൽ 580 പല തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർ ജമ്മു കാശ്മീരിൻ്റെ പല ഭാഗങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇതിലെ പത്രപ്രവർത്തനം ഉപേക്ഷിച്ചു പോയി കല്ലുവത്തുകാരൻ്റെ പണിയെടുക്കേണ്ടി വന്നിട്ടുള്ള ആൾക്കാരുണ്ട് എൻ്റെ പരിചയത്തിൽ. മാധ്യമപ്രവർത്തനം നടത്താനുള്ള യാതൊരു വേദിയുമില്ല, മാധ്യമ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യമില്ല. ജമ്മു കാശ്മീരിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് തടസ്സപ്പെടുന്നത്. ജമ്മു കാശ്മീരിലാണ് മാധ്യമപ്രവർത്തനം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഒട്ടുമില്ലാത്തത്. അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഔട്ട്ലെറ്റുകൾ, പുറത്തുനിന്നുള്ള ഔട്ട്ലെറ്റുകൾ, അവർക്കാർക്കും ജമ്മു കാശ്മീരിലെ സാധാരണക്കാരനായിട്ടുള്ള ശരാശരി മാധ്യമ പ്രവർത്തകന്റെ ഫ്രീലാൻസ് റിപ്പോർട്ടറുടെ വാർത്ത ആവശ്യമില്ല. അയാളെ ഒരു പാർട്ട് ടൈം ജോലിക്ക് പോലും നിയമിക്കാൻ വേണ്ടിയിട്ട് ആർക്കും താല്പര്യമില്ല. അങ്ങനെ എനിക്ക് പരിചയമുള്ള 3 പ്രഗത്ഭരായ റിപ്പോർട്ടർമാർ അവർ ഈ കല്ലൂത്ത് പണി, അവിടുത്തെ ഈ ഗ്രാനൈറ്റ് സ്റ്റോൺ കട്ട് ചെയ്തെടുക്കുന്ന പണിയിലേക്ക് പോയി സാഹചര്യമുണ്ട്. പിന്നെ നമ്മൾ കണ്ടു ന്യൂസ് ക്ലിക്കിൻ്റെ അനുഭവം എന്തായിരുന്നു, പ്രബീർ പുർക്കായസ്തെ പോലെയുള്ള ആൾക്കാരുടെ പ്രശ്നം എന്തായിരുന്നു. അതാണ് ഈ എക്സ്റ്റേണൽ ത്രെറ്റിൻ്റെ കാര്യം. ഞാൻ പറഞ്ഞു, ഈ എക്സ്റ്റേണൽ ത്രെറ്റ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മാത്രമല്ല. എക്സ്റ്റേണൽ ത്രെറ്റിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ പത്രമായ
ഇന്ത്യയിലെ ആദ്യത്തെ പത്രമായ 19ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ നിന്നുണ്ടായ ഹിക്കീസ് ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനം, അതിന് സംഭവിച്ചെന്താണ്? അതിന് സംഭവിച്ചതും ഈ എക്സ്റ്റേണൽ ത്രെറ്റിന്റെ മറ്റൊരു രൂപമാണ്. പൊതു കാലാവസ്ഥ ഇതുപോലെ ഇത്ര ഭീഭത്സമോ ഏകപക്ഷീയമായിരുന്നില്ല. പക്ഷേ ബ്രിട്ടീഷ് രാജിൽ വന്നിട്ടുള്ള ആ ഭരണകൂടം, ആ പത്രം, ഇന്ത്യയിലെ ആദ്യത്തെ പത്രം, ആ പത്രം വാറൻ ഹേസ്റ്റിങ്സ്, അന്നത്തെ പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്ന വാറൻ ഹേസ്റ്റിങ്സിന്റെ അദ്ദേഹത്തിന്റെ നടപടികളെ വിമർശിച്ചതുകൊണ്ട് ഈ പത്രം ഒടുവിൽ അതിനെതിരെ നിരന്തരമായിട്ടുള്ള മാനനഷ്ട കേസുകളുടെ ഒരു പരമ്പര തന്നെ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പത്രം അടച്ചുപൂട്ടേണ്ടി വന്നത് നമ്മുടെ ആദ്യത്തെ പത്രത്തിൻ്റെ 1780 ഉണ്ടായിട്ടുള്ള 18ാം നൂറ്റാണ്ടിലുണ്ടായിട്ടുള്ള പത്രത്തിൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് ഈ എക്സ്റ്റേണൽ ത്രെറ്റ് പുതിയ കാര്യമല്ല, പക്ഷെ അതിൻ്റെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്, അതിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ രൂക്ഷത വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. I was trying to say that the external threats, Habibullah Sahab, external threats existed right from the 18th century when Warren Hastings made sure that Higgins Bengal Gazette was closed down for criticizing him. But what I am saying is in the last 10 years we have had a situation where there's a huge qualitative shift in the external threats. It has become more vicious and more oppressive. അപ്പോൾ ഈ എക്സ്റ്റേണൽ ത്രെറ്റ്സിന്റെ വേറൊരു രൂപം നമ്മൾ കാണുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ 1980കളുടെ മധ്യകാലത്ത്. 1980കളുടെ മധ്യകാലത്ത് ബോംബെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന, പിന്നീട് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ജേർണലിസ്റ്റുകളിൽ ഒരാളായി മാറിയ പി സാനാഥിന്റെ നേതൃത്വത്തിലുള്ള കൗണ്ടർ മീഡിയ എന്ന് പറയുന്ന സ്ഥാപനമുണ്ടായി. ആ സ്ഥാപനം 1984-85 കാലഘട്ടത്തിൽ ദേശവ്യാപകമായ ഒരു പരിശോധന നടത്തി. ആ പരിശോധനയിൽ അവർ കണ്ടെത്തി ഇന്ത്യയിൽ അക്കാലത്ത് ടെലിവിഷനില്ല, പ്രിന്റ് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ കാലത്തുണ്ടായിരുന്ന എല്ലാ അച്ചടി മാധ്യമ സ്ഥാപനങ്ങൾക്കും ഒരു മാധ്യമ ഗ്രൂപ്പ് ഒഴിച്ച് ബാക്കി എല്ലാ മാധ്യമ ഗ്രൂപ്പുകൾക്കും മറ്റ് വാണിജ്യ വ്യവസായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നടത്തുന്ന മാധ്യമ പ്രവർത്തനം സ്വതന്ത്രമോ നിഷ്പക്ഷമോ സമ്പൂർണമോ ആവില്ല എന്നാണ്. അവർ ആ പഠനം ആരംഭിച്ചത് കേരളത്തിലാണ്. കേരളത്തിലെ 2 പ്രധാനപ്പെട്ട പത്രങ്ങൾ മാതൃഭൂമിയും മനോരമയും. മനോരമയുടെ മാധ്യമേതരമായ വാണിജ്യ വ്യവസായ താല്പര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. റബ്ബർ, ടയർ അതുപോലെ തുടങ്ങിയത്. മാതൃഭൂമിക്കാർ നല്ല തോട്ടമുള്ള കൃഷിക്കാരാണ്. പിന്നീട് അവരുടെ കൂട്ടത്തിലേക്ക് ബിൽഡേഴ്സും ട്രാൻസ്പോർട്ട് മുതലാളിമാരും ഒക്കെ ആയിട്ട് ആൾക്കാർ വന്നു ചേർന്നു. അവ ബേസിക്കായിട്ട് ഫണ്ടമെൻ്റലായിട്ടുള്ള അവരുടെ പ്രൈമറി ഇൻട്രസ്റ്റ് ഈ വാണിജ്യ വ്യവസായ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് പക്ഷെ ഇവിടെ നിന്നില്ല. ഈ പഠനം, കൗണ്ടർ മീഡിയയുടെ പഠനം കർണാടകത്തിലേക്ക് പോയി. അവിടെ പ്രജാവാണി ഗ്രൂപ്പിനും സമാനമായ സിറ്റുവേഷൻ. ബോംബെയിലേക്ക് എത്തുമ്പോഴേക്ക്, മഹാരാഷ്ട്രയിലേക്ക് എത്തുമ്പോഴേക്ക്, ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് എത്തുമ്പോഴേക്ക് ഷിപ്പ്, സ്റ്റീൽ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ കൂടിയ വാണിജ്യ വ്യവസായ താല്പര്യങ്ങളാണ്. കൽക്കട്ടയിലേക്ക് പോകുമ്പോൾ ജൂട്ട്, ആനന്ദവസാർ പത്രിക. അപ്പോൾ അങ്ങനെ അവർ വിധിയെഴുതി ഇന്ത്യയിലുള്ള ഈ മാധ്യമ ഗ്രൂപ്പുകളിൽ മറ്റ് വാണിജ്യ വ്യവസായ താല്പര്യങ്ങളൊന്നുമില്ലാത്ത ഒരേ ഒരു ഗ്രൂപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അന്ന്. അത് ഹിന്ദു ഗ്രൂപ്പായിരുന്നു, ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഹിന്ദു ഗ്രൂപ്പ്. അതിന് വേറെ വാണിജ്യ വ്യവസായ താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രൂപ്പിൻ്റെ കൂട്ടം സായിനാഥായിരുന്നു ലീഡർ. പക്ഷെ അതിൽ ഉണ്ടായിരുന്ന ആൾക്കാർ മറ്റുള്ള ആൾക്കാരൊക്കെ വളരെ രസമുള്ള ആൾക്കാരാണ്.
ആ കൗണ്ടർ മീഡിയ ഗ്രൂപ്പിലായിരുന്ന മറ്റൊരാളാണ് അശോക് ദാവ്ലെ. ഇന്ന് കിസാൻ സഭയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും CPIM പോളിറ്റ് ബ്യൂറോ മെമ്പറുമായിട്ടുള്ള ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ പിടിച്ചുലച്ച അത്ഭുതകരമായ കർഷക സമരത്തിന് നേതാക്കന്മാരായിട്ടുള്ള അശോക് ദാവ്ലെ. പിന്നീട് ഒരാൾ സുധീന്ദ്ര കുൽക്കർണി, ഇപ്പോൾ എഴുത്തുകാരനും കോളമിസ്റ്റും ഒക്കെ ആയി. ഒരു കാലത്ത് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായ സമയത്ത് അടൽ ബിഹാരി വാജ്പേയിയുടെയും അന്നത്തെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ലാൽകൃഷ്ണ അദ്വാനിയുടെയും മീഡിയ ഉപദേഷ്ടാവുമായിരുന്ന സുധീന്ദ്ര കുൽക്കർണി, ഇവരുടെ കൂടെയാണ് കൗണ്ടർ മീഡിയ നടത്തിയിരുന്നത്. അപ്പോൾ ഈ 3 ആൾക്കാരുടെ ട്രജക്ടറി പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഗ്രേ ഷെയ്ഡ്സിൻ്റെ ഒരുപാട് കളികൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ കണ്ടെത്തി ഈ ഗ്രൂപ്പാണ് ഏറ്റവും പറ്റിയ ഗ്രൂപ്പ് എന്ന് കണ്ടെത്തി. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമപ്രവർത്തനം നടത്താൻ പറ്റിയ ഗ്രൂപ്പ് ഇതാണെന്ന് കണ്ടെത്തി. ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് 85-ലാണ്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമപ്രവർത്തനം സാധ്യമാണ് എന്ന് ഈ ഗ്രൂപ്പ് കൗണ്ടർ മീഡിയ വിലയിരുത്തിയ ഹിന്ദു ഗ്രൂപ്പിൽ വലിയൊരു പൊട്ടിത്തെറി നടത്തും. പൊട്ടിത്തെറി ആ ഗ്രൂപ്പിലെ സീനിയർ അസോസിയേറ്റ് എഡിറ്ററായിരുന്ന N. റാം, അദ്ദേഹത്തിൻ്റെ അമ്മാവനും ഹിന്ദുവിൻ്റെ ചീഫ് എഡിറ്ററും മുഖ്യ മുതലാളിയുമായിരുന്ന കസ്തൂരിയിലും പ്രതിഷേധിച്ചു. റാം അക്കാലത്ത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസ് സർക്കാരിൽ ഉണ്ടായ അഴിമതി ആരോപണങ്ങളായിട്ടുള്ള ബോഫേഴ്സ്, XDW സബ്മറൈൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നിരന്തരമായി ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കസ്തൂരി പറയുന്നു, ഇതൊന്നും ഇനി പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. റാം പ്രതിഷേധിച്ച് ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തി 3 പത്രങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഹിന്ദു അച്ചടിക്കാത്ത വാർത്തകൾ കൊടുത്തു. ഇന്ത്യൻ എക്സ്പ്രസ്, സ്റ്റേറ്റ്സ്മാൻ, 2 പേർക്കും മറ്റ് വാണിജ്യ വ്യവസായ താല്പര്യങ്ങളുമായിട്ട്. ഇന്ത്യൻ എക്സ്പ്രസിനുണ്ട്, സ്റ്റേറ്റ്സ്മാനുണ്ട്. 3ാമത് വാണിജ്യ വ്യവസായ താല്പര്യങ്ങൾ അക്കാലത്ത് ഉണ്ടായിരുന്നില്ലെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളായിരുന്നു ദേശാഭിമാനി. ഇങ്ങനെ 3 പത്രങ്ങൾക്കാണ് ആ കാലസമയത്ത് വാർത്ത കൊടുത്തത്. അപ്പം വാണിജ്യ വ്യവസായ താല്പര്യങ്ങളുള്ളതുകൊണ്ട് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ പത്രപ്രവർത്തനം നടത്താൻ പറ്റാത്ത മാധ്യമ ഗ്രൂപ്പുകൾക്കിടയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്വതന്ത്ര നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം നടത്താൻ സാധ്യതയുള്ള, തിയറിറ്റിക്കലായിട്ട് പോസിബിലിറ്റി ഉള്ള ഗ്രൂപ്പിൻ്റെ അവസ്ഥ ഇതായിരുന്നു. ആ ഗ്രൂപ്പിലെ തലപ്പത്ത് നിൽക്കുന്ന നമ്പർ 2 ആയി നിൽക്കുന്ന ആൾക്ക് നമ്പർ 1 പ്രതിഷേധിച്ച് പുറത്തു വരട്ടെ. പക്ഷെ അതിലും എക്സ്റ്റേണൽ ത്രെറ്റിന്റെ കളി ഉണ്ടായിരുന്നു. എന്താ എക്സ്റ്റേണൽ ത്രെറ്റ് ഉണ്ടായിരുന്നു? ഈ ബോഫേഴ്സ് അഴിമതി കഥ, XDW സബ്മറൈൻ അഴിമതി കഥ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റാം പരമ്പരയായിട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ രാജീവ് ഗാന്ധിയുടെ സർക്കാർ ഹിന്ദുവിന് UPSC പരസ്യം നിർത്തി. അക്കാലത്ത് UPSC പരസ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പത്രത്തിൻ്റെ വരുമാനത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇന്നത്തെ പോലെ ഇൻ്റർനാഷണൽ കോർപ്പറേറ്റുകളൊന്നും ഇന്ത്യൻ പത്രത്തിൽ പരസ്യം കൊടുത്തു തുടങ്ങിയിട്ടില്ല. അങ്ങനെ ദി ഹിന്ദു വാസ് ക്രിപ്പിൾഡ് ഫിനാൻഷ്യലി ബൈ ദ രാജീവ് ഗാന്ധി ഗവൺമെൻറ്. സോ കസ്തൂരി wanted to make a compromise. അദ്ദേഹം രാജീവ് ഗാന്ധി ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പരസ്യം തിരിച്ചു തരണം, അല്ലെങ്കിൽ ഈ കമ്പനി കൂട്ടിപ്പോകും. അപ്പോൾ രാജീവ് ഗാന്ധി പറഞ്ഞു, വാർത്ത കൊടുക്കാൻ നിർത്തുക, പരസ്യങ്ങൾ തിരിച്ചു വരും. അപ്പോൾ എക്സ്റ്റേണൽ ത്രെറ്റുകൾ അന്നും ഉണ്ടായിരുന്നു. ഇതേ സമാനമായ എക്സ്റ്റേണൽ ത്രെറ്റ് 2017-19 കാലത്ത് N. റാം വീണ്ടും അനുഭവിച്ചു. ഹിന്ദുവിൽ 2017-19 കാലത്ത് ഈ റഫാൽ എന്ന് പറയുന്ന വിമാനത്തിൻ്റെ പർച്ചേസിലെ അഴിമതി കഥ ഹിന്ദുവാണ് ആകെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരേ ഒരു സ്ഥാപനം. ആ സ്റ്റോറി ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നു, പക്ഷേ ആരും കൊടുത്തില്ല. അപ്പോൾ
അപ്പോഴത്തെ ഇതേപോലെ ആദ്യം ചെയ്തത് മോദി സർക്കാർ ആദ്യം ചെയ്തത് പരസ്യം നിർത്തി. പക്ഷെ അവിടെ നിന്നില്ല. ഇവിടെയാണ് ഞാൻ പറയുന്ന ഈ സിസ്റ്റമിക് ആയിട്ടുള്ള പ്രോബ്ലത്തിലുള്ള ഒരു പുതിയ മറ്റൊരു ഈശ്വരഭേദം, വേറൊരു ഷെയ്ഡിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നത്. രാജീവ് ഗാന്ധിയുടെ സമയത്ത് ബാങ്കിന്റെ ഓവർ ഡ്രാഫ്റ്റ്, അതായത് ഏത് വലിയ കച്ചവടക്കാരായാലും അവർക്ക് ഓവർ ഡ്രാഫ്റ്റ് വേണ്ടിയിരുന്നു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. രാജീവ് ഗാന്ധി സമയത്ത് പരസ്യം നിർത്തി മാത്രമേ ചെയ്തു. റഫാൽ സ്റ്റോറികൾക്ക് ശേഷം ബാങ്കിന്റെ ഓവർ ഡ്രാഫ്റ്റ് ആദ്യം സ്റ്റേറ്റ് ബാങ്കിന് നിർത്തി, പിന്നെ ICICI ബാങ്കിന് നിർത്തി, പിന്നെ സെൻട്രൽ ബാങ്കിനെ നിർത്തി. ഇതൊക്കെ ആയിട്ടും HDFC ബാങ്ക് തുടർന്ന് ഓവർ ഡ്രാഫ്റ്റ് കൊടുത്തോണ്ടിരുന്നു. അവസാനം ഡൽഹിയിൽ നിന്ന് റേസ് കോഴ്സ് റോഡിൽ നിന്നുള്ള വിളി വന്നു, ഓവർ ഡ്രാഫ്റ്റ് നിർത്തിക്കൊള്ളണം. അങ്ങനെ വലിയ ഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഹിന്ദു കടന്നുപോയ സമയമാണ് ഈ റഫാൽ സ്റ്റോറീസിന് ശേഷമുള്ള കാലം. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഉണ്ടായിട്ടുള്ളത് എക്സ്റ്റേണൽ ത്രെറ്റുകൾ എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട്. 18-ാം നൂറ്റാണ്ട് മുതലേ ഉണ്ട്. പക്ഷെ അതിൻ്റെ തോത് മാറിയിട്ടുണ്ട്. അതിൽ ഗുണപരമായിട്ടുള്ള തീവ്രത കൂടുതലായിട്ടുണ്ട്. ക്വാളിറ്റേറ്റീവ് ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം ഈ പറഞ്ഞിട്ടുള്ള ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്വാധീനം തന്നെയാണ്. അപ്പം ഇതാണ് എക്സ്റ്റേണൽ ത്രെറ്റിൻ്റെ കാര്യം. ഇന്റേണൽ പ്രോബ്ലംസിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാർത്ത എഴുതുന്ന രീതി, പ്രതിനിധാനം ചെയ്യുന്ന രീതി, വാർത്തയുടെ വിശദാംശങ്ങളോട് നമ്മൾ കാണിക്കുന്ന സത്യസന്ധത, അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ നടത്തുന്ന പരിശ്രമം. ഇപ്പം ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുനീർ സാഹ് പറയായിരുന്നു, ഇപ്പോൾ വന്നിട്ടുള്ള സമീപകാലത്ത് വന്നിട്ടുള്ള വലിയ ചർച്ചയൊന്നും ഇല്ലാത്തൊരു പുതിയ ചാനലുണ്ട്, അവർ പൊതുവെ നല്ല രീതിയിൽ വാർത്തയെ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതൊക്കെ ശരിയാണ്, പൊതുവിൽ ശരിയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം അവർക്കൊരു വലിയ അബദ്ധം പറ്റി. അവർ പഠിക്കാത്തതുകൊണ്ട്, വിശദാംശങ്ങൾ പഠിക്കാത്തതുകൊണ്ട് MM ലോറൻസ് എന്ന് പറയുന്ന മഹാനായ കമ്മ്യൂണിസ്റ്റുകാരൻ കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. അദ്ദേഹം ഇടപ്പള്ളി പോലീസ് ആക്രമണ കേസിൽ ഭീകരമായ മർദ്ദന സംവിധാനങ്ങൾക്ക് വിധേയനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അക്കാലത്ത്. 20 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പാണ്. അപ്പോൾ ഈ എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ ലോറൻസ് പ്രതിയാവാനുള്ള സാഹചര്യം ഉണ്ടായത് അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള കൽക്കട്ട തീസിസ് എന്ന് പറയുന്ന സാധനത്തിന് പ്രചോദനം കൊണ്ടിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് എന്നാണ് ഈ ചാനൽ പറഞ്ഞു പോയത്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. കൽക്കട്ട തീസിസിന് മുമ്പ് വന്നിരുന്നെങ്കിലും കൽക്കട്ട തീസിസുമായിട്ട് പ്രത്യക്ഷത്തിൽ ബന്ധം ഉണ്ടായിട്ടില്ല. ഈ ഇന്റർണൽ പ്രോബ്ലംസിന്റെ ഏറ്റവും സമീപ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കഴിഞ്ഞ ദിവസം ലോകത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സംഭവമാണ് ശ്രീലങ്കയിലെ ഭരണമാറ്റം. അയാൾ മാർക്സിസ്റ്റാണ്, ചൈനയുമായിട്ട് കൂടുതൽ അടുപ്പമുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ മുഴുവൻ ഇതിനെ വലിയ രീതിയിൽ കൊണ്ടാടി. പൊളിറ്റിക്കൽ സുനാമി എന്നാണ് വിളിച്ചത്. പക്ഷെ ശ്രീലങ്കയിൽ അങ്ങനെ വലിയ അടിസ്ഥാനപരമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. 42% വോട്ട് മാത്രമാണ് ഇയാൾക്ക് കിട്ടിയത്. 2 സെക്കൻഡ് വോട്ട് കൂട്ടിയിട്ടാണ് ഇയാൾ പ്രസിഡന്റായത്. 51% വോട്ടാണ് സാധാരണഗതിയിൽ ഒറ്റയടിക്ക് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് ശ്രീലങ്കയിൽ വേണ്ടത്. അത് കിട്ടിയിട്ടില്ല. ഈ വിശദാംശങ്ങളൊന്നും ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഈ വിശദാംശങ്ങളെ പറ്റി ഞാൻ ശ്രീലങ്കയിലുള്ള ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ തിയറിസ്റ്റുമായിട്ടൊരു ചർച്ച നടത്തി. ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഐഡൻ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഇന്റേണൽ പ്രോബ്ലംസ്, അതിൻ്റെ ഏറ്റവും ഭീകരമായ രൂപങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒത്തുതീർപ്പ്. മാധ്യമ സ്ഥാപനങ്ങൾ മുഴുവൻ ഈ പ്രതിപക്ഷത്തിന്റെ റോള് വഹിക്കുന്നതിന് പകരം ഭരണത്തിന്റെ മുഴുവത്തുകാരായി മാറല്ലേ. ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കഥയാണത്. 2013 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സീരീസ് ഓഫ് ഇന്റർവ്യൂസ് BJPയുടെ നിയുക്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി
നരേന്ദ്രമോദി നൽകിയിട്ടുണ്ടായി. ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ചാനലിന് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്തത് എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ മോദിയുടെ ഇൻ്റർവ്യൂസിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ചോദ്യങ്ങളൊക്കെ നേരത്തെ കൊടുക്കണം, എന്നിട്ട് മൂപ്പര് മറുപടി പറയും. 2013 ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് എൻ്റെ ചങ്ങാതി ചെറിയൊരു കുസൃതിക്കാരനാണ്, ലൈവ് ആയിരുന്നില്ല, റെക്കോർഡായിരുന്നു. മൂപ്പര് ഈ ലിസ്റ്റ് പെടാത്തൊരു ചോദ്യം ചോദിച്ചു. അഹമ്മദാബാദിൽ വെച്ച് ഇൻ്റർവ്യൂ നടക്കണം. ഇപ്പം നമ്മുടെ നേതാവ് പറഞ്ഞു, സ്റ്റോപ്പ് ക്യാമറ. ക്യാമറ എന്നിട്ട് കൂടുതൽ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, क्या इसका मालिक को पैसा नहीं भेजा था? ഇവന്റെ മുതലാളിക്ക് എന്താ പൈസ അയച്ചു കൊടുത്തില്ലായിരുന്നു? അവ ഈ പൈസ വാങ്ങി ഭീഷണിക്ക് വഴങ്ങിയും സാമദാന ഭേദ ദണ്ഡം പലതരത്തിൽ ഈ ഭരണകൂടവുമായി ഒത്തുതീർപ്പിയും ഭരണകൂടത്തിൻ്റെ സ്തുതി പാഠകരാവുകയും ചെയ്തിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങൾ അവരാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഫാക്ടർ. ഇന്റേണൽ പ്രോബ്ലംസ് ഇല്ല, അതിന് കൂടി വരികയാണ്. അത് കൂടി വന്നിട്ട് അതും ആ ഇന്റേണൽ പ്രോബ്ലംസും നമ്മുടെ സിസ്റ്റമിക് സബോട്ടേജ്, മാധ്യമങ്ങൾക്കിടയിൽ സിസ്റ്റമിക് സബോട്ടേജിനെ പറ്റി ഞാൻ പറഞ്ഞതാണ്. അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു കൗണ്ടർ മീഡിയ നടത്തിയിട്ടുള്ള ആ പഠനം. മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമാവാൻ അതിൻ്റെ ആന്തരികമായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പ്രശ്നമാണ് സിസ്റ്റമിക്. അതിനുള്ളിൽ തന്നെയുള്ള തുരങ്കം വയ്ക്കുന്ന ഘടകങ്ങളാണ് ഈ വാണിജ്യ വ്യവസായ താല്പര്യങ്ങൾ, അല്ലേ? അത് കഴിഞ്ഞ് വന്നു 2014 നടന്നിട്ടുള്ള അത്ഭുതകരമായ ഒരു കാര്യം. ഇന്ത്യയിലെ ഒരു മുതലാളി, അയാൾക്ക് ആ സമയത്ത് തന്നെ 2009 മുതൽ 2014 ഇടയിൽ തന്നെ അദ്ദേഹത്തിന് 28 ചാനൽ ഉണ്ടായിരുന്നു. അയാളുടെ പേര് പറയാം, എല്ലാവരും പേര് നോക്കിയതാണ്, മുകേഷ് അംബാനി. 2014 മോദിയുടെ ആദ്യ ഗവൺമെന്റ് ഭരണത്തിൽ വന്നതിന് ശേഷം 1.5 മാസം കൊണ്ട് ഈ 28 ചാനലുകൾ എന്നുള്ളത് 70 മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലേക്ക് ഒറ്റ മുതലാണ് ഇന്ത്യയിൽ. ഒരൊറ്റ മുതലാളി ഈ ഒരു സമയം കൊണ്ട് 70 മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥനാവുകയുടെ അതിൽ വരുന്ന വാർത്തകൾ, അതിൽ വരുന്ന കാര്യങ്ങൾ, അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ, എല്ലാ സാധനങ്ങളും എന്ന് പറഞ്ഞാൽ ഈ 70 മാധ്യമ സ്ഥാപനങ്ങളെ കൺട്രോൾ ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ റീച്ച്, ഈ വ്യക്തിപരമായിട്ട് ഈ ഒറ്റ മുതലാളി അയാൾ കൊടുക്കുന്ന മാധ്യമപരമായ വാർത്തകളും വിശകലനങ്ങളുമൊക്കെ എത്തിച്ചേർന്നിരുന്നത് ഏതാണ്ട് ഒറ്റ അടിക്ക് ഓരോ ദിവസവും അയാൾ റീച്ച് ചെയ്തിരുന്നത് ഏതാണ്ട് 20 കോടി ജനങ്ങളെയാണെന്നാണ് കണക്കാക്കുന്നത്. The reach was to 20 crore people of this country. One single business magnate, Mukesh Ambani. അപ്പോൾ അതാണ് ഈ പറഞ്ഞ സിസ്റ്റമിക് സപ്പോർട്ടേഷൻ്റെ ഒരു രൂപം. കഴിഞ്ഞ വർഷം നമ്മൾ അതിൻ്റെ പല രൂപങ്ങളും നമ്മൾ കണ്ടു. എന്താണ് NDTV എന്ന് പറഞ്ഞത്? ഇന്ത്യയിലെ അറിയപ്പെടുന്ന മാന്യമായിട്ടുള്ള കൊച്ചിയും ബഹളമൊന്നും ഉണ്ടാക്കാത്ത ഒരു മാധ്യമ പ്രവർത്തകൻ പ്രണോയ് റായ് അദ്ദേഹം തുടങ്ങിയിട്ടുള്ള വിശ്വസനീയതയുള്ള ഒരു ചാനലായിരുന്നു, ഇംഗ്ലീഷിലും ഹിന്ദിയിലും. കഴിഞ്ഞ വർഷം സാമദാന ഭേദദണ്ഡത്തിലൂടെ ഗൗതം അദാനി ആ ചാനൽ വാങ്ങി. രവീഷ് കുമാറിനെയും ശ്രീനിവാസൻ ജെയിനെ പോലെയുമുള്ള ആൾക്കാർക്ക് ആ സ്ഥാപനം വിട്ട് പുറത്ത് പോകേണ്ടി അല്ലേ? അപ്പൊ അതാണ് ഈ മൂന്നാമത്തെ ഘടകം, സിസ്റ്റമിക് സബോട്ടേജ്. അപ്പൊ ഇതെല്ലാത്തിൻ്റെയും, ഇത് പണ്ടുണ്ട്, 80കളിൽ സാജാദ് കണ്ടപ്പോഴും ഈ സാധനം ഉണ്ട്. പക്ഷേ അതിനെപ്പറ്റി ഈ എൻറാം പുറത്തു വന്ന് പൊട്ടിത്തെറിച്ച മനുഷ്യനോട് ഞാൻ ഈ കാര്യം
എൻ്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ ഞാൻ പല സമയങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്നത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ ഈ സിസ്റ്റമിക് സബോർട്ടേഷന് വിധേയമാകുന്ന മറ്റു വാണിജ്യ വ്യവസായ താല്പര്യങ്ങളുള്ള, അല്ലെങ്കിൽ കസ്തൂരിയെ പോലെ രാജീവ് ഗാന്ധിയുടെ പ്രഷറിന് വഴങ്ങുന്ന മുതലാളിമാർക്കെല്ലാവർക്കും അന്തസ്സില്ലായ്മയുടെ അതിരുകളുണ്ടായിരുന്നു. They had limits of indecency now. എന്ന് പറഞ്ഞാൽ ഇത്ര ഇൻഡീസെൻ്റ് ആവുള്ളൂ. They will not become, അതിന് കൂടുതൽ ഇൻഡീസെൻ്റ് ആവാൻ പറ്റില്ല. പക്ഷെ ഇപ്പം അങ്ങനെ ഇൻഡീസെൻസിക്ക് പരിമിതിയോ ഒന്നുമില്ല. ഇൻഡീസെൻസിക്ക് എവിടം വരെയും പോകാം. അത് ഞങ്ങളുടെ പല മാധ്യമ പ്രവർത്തകരും അത് പാലിക്കുന്നു. മുഖ്യമന്ത്രിയെ മുമ്പിലിരുത്തിക്കൊണ്ട് ഇതിന് ഉത്തരവില്ലെങ്കിൽ തനിക്ക് ഇറങ്ങിപ്പോയിക്കൂടെ ചോദിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകർ നാട്ടിലുണ്ടായിട്ടില്ലേ? ഇപ്പോഴും ഇല്ലേ? അതും നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പോലെയല്ല. പാവപ്പെട്ട ഒരു മനുഷ്യൻ ഇങ്ങനെ വലിയ ശബ്ദം കനക്കൂട്ടി സംസാരിക്കാത്തൊരു പാവപ്പെട്ട മനുഷ്യൻ അങ്ങനെ ഇറങ്ങിവിട്ട ചരിത്രം ഉണ്ടായിട്ടില്ലേ? അപമാനിച്ച ചരിത്രം ഉണ്ടായിട്ടില്ലേ? അപ്പം ഈ പ്രശ്നങ്ങളെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കും. പണ്ടുണ്ട്, പക്ഷേ പണ്ടതിൻ്റെക്കാളും തോതും തീവ്രതയും ഒക്കെ വർദ്ധിച്ചു നമുക്കത് സഹിക്കാൻ പറ്റാത്ത സ്ഥിതിയായി മാറിയിരിക്കുന്നു. ഇനിയാണ് ഞാൻ അവസാനത്തെ പ്രശ്നത്തിലേക്ക് വരുന്നത്. 40 മിനിറ്റ് സംസാരിക്കാൻ ഉദ്ദേശിച്ചുള്ളൂ, പക്ഷേ 2 മിനിറ്റ് കൂടി, ഇനി ഒരു 4 മിനിറ്റ് കൂടി വേണം. അപ്പോ ഇത് വേറൊരു പ്രശ്നമാണ്. ഈ ഓഡിയൻസിൻ്റെ പ്രോബ്ലം എന്ന് ഞാൻ പറയുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ സേതലൻ പറഞ്ഞു, സോഷ്യൽ മീഡിയ ധ്രുവരാഠ്യം ശരിയാണ്, ധ്രുവരാഠ്യങ്ങൾക്ക് സംഭാവനകളൊക്കെ വളരെ വലുതാണ്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള സമീപകാലത്തുണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ഈ മാധ്യമ പ്രവർത്തനത്തിൽ വസ്തുനിഷ്ഠത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പക്ഷത്തെയും സമഗ്രമായി കണ്ട് പഠിച്ച് അത് അവതരിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന മാധ്യമത്തിലെ വസ്തുനിഷ്ഠത എന്ന് പറയുന്ന സംഭവം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറയുന്ന ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെ വലിയ സ്ഥാപനങ്ങളിൽ 199 അത് ഏകപക്ഷീയമായിട്ട് ഒരു പക്ഷത്തിൻ്റെ കാര്യം മാത്രം പറയുന്ന ചാനലുകളാണ് വിജയിക്കുന്നത്. അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാവാം, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരെയും ചീത്ത പറയുന്ന അവസ്ഥയിലാവാം. ഇപ്പം കേരളത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള 2 സോഷ്യൽ മീഡിയ പ്രതിഭാസങ്ങൾ, ഒന്ന് ലണ്ടനിലൊക്കെ പോയി അവിടുന്ന് ആരെയൊക്കെ പറ്റിച്ച് തിരിച്ചു വന്ന ഒരാളും പിന്നെ ഒരു വക്കീലുമാണ്. നിങ്ങൾ അവരുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ അവർ ഏത് സംഭവം എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു പരിഹാസം, ഒരു ആക്രമണം. അത് വസ്തുനിഷ്ഠമായിട്ട് ഇത് ഈ സംഭവം നടന്നിങ്ങനെയാണ്, അത് ഇന്നതാണ് ഇതിൻ്റെ ഈ വശം. ഇപ്പോൾ ഹിന്ദുവിലൊക്കെ ഒരു വാർത്ത വരുന്ന പോലെ ഓൺ ദ വൺ ഹാൻഡ് ഓൺ ദി അതർ ഹാൻഡ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? അപ്പം അതിൻ്റെ മറ്റു തരത്തിലുള്ള ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയാണ് പറഞ്ഞത്. ഇതിൻ്റെ മറ്റ് അവർ പൊതുവിലെടുക്കുന്ന ഒരു ഇടതുപക്ഷ വിരുദ്ധ സമീപനമാണ്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുള്ള കുറേ ആൾക്കാർ ഇതുപോലെയുണ്ട്, ഏകപക്ഷീയമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കാര്യം പറയുന്ന ആൾക്കാർ. അപ്പം ഇത് ലോകത്തെല്ലായിടത്തും, ഇത് ഇന്ത്യയിൽ മാത്രമുള്ളൊരു പ്രശ്നമല്ല, കേരളത്തിൽ മാത്രമുള്ള പ്രശ്നമല്ല. ഇതിൻ്റെ മൂല കാരണം നമ്മുടെ ടെക്നോളജിയിലുണ്ടായിട്ടുള്ള വ്യത്യാസം. ടെക്നോളജി 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു വരിക്കുന്നത്, പ്രത്യേകിച്ചും ഇൻ്റർനെറ്റ്. വെബ് 1.0, വെബ് 2.0, വെബ് 3.0. നമ്മൾ വെബ് 3.0ൻ്റെ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. വെബ് 4.0യിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1.0 എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം,
കമ്പ്യൂട്ടറിൽ കയറി 2.0 ഫേസ്ബുക്ക്, ട്വിറ്റർ ഒക്കെ വരുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആശയവിനിമയം നടത്താം. വെബ് 3.0 മെഷീൻ തന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് കണ്ടുപിടിക്കും. നിങ്ങളുടെ സ്വഭാവം അനുസരിച്ച്, നിങ്ങൾ പെരുമാറുന്ന രീതി അനുസരിച്ചിട്ട് മെഷീൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഞാൻ മുന്നീർ സാഹിബ് സംഘടിപ്പിച്ച സമ്മേളനത്തിൽ തന്നെ പറഞ്ഞു അറിയില്ല, IRCTCയിൽ കംപ്ലൈൻറ്റ് കൊടുത്തൊരു മനുഷ്യൻ്റെ കഥ. IRCTCയിൽ ഒരാൾ കംപ്ലൈൻറ്റ് കൊടുത്തു, നിങ്ങളുടെ ചാനൽ, നിങ്ങളുടെ പോർട്ടലിൽ മുഴുവൻ പോർണോ വീഡിയോസാണ്, ഒന്നും ശരിയല്ല. അപ്പം അവർ പറഞ്ഞ്, നിങ്ങൾ IRCTC ഉപയോഗിക്കാത്ത സമയത്ത് കാണുന്ന മറ്റ് സൈറ്റുകളൊന്ന് കുറച്ചാൽ ഇതിൽ പോർണോ വീഡിയോസ് കുറഞ്ഞു വരും. നിങ്ങളത് കൂടുതൽ കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് IRCTC കയറുമ്പോഴും ഈ വെബ് 3.0 നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓഡിയൻസിന് പ്രശ്നമുണ്ട്. ഞാൻ ഈ പറഞ്ഞ 2 വിദ്വാന്മാരുടെ ചാനൽ കാണുന്ന ആൾക്കാർ കൈകൊണ്ടിരിക്കും. ഇത്ര ആൾക്കാരെ കാണുന്ന ആൾക്കാരുണ്ടോ? കളവാണ്. ആ പേരൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇപ്പൊ നിങ്ങൾ പറയേണ്ട ആവശ്യം. ഞാൻ പറയണത് വെച്ചാൽ ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല, ഇത് ലോകം മുഴുവനുള്ള പ്രശ്നമാണ്. വെച്ചാൽ ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഈ ഏകപക്ഷീയമായിട്ടുള്ള സാധനമാണ് വേണ്ടത്. അത് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെബ് 3.0 നമ്മുടെ എല്ലാ യന്ത്രങ്ങളും നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് നമ്മുടെ ചെറുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് ആരംഭിക്കണം. വേണ്ട എന്ന് പറയാൻ പഠിക്കണം. നോ. രമണ മഹർഷി പണ്ട് പറഞ്ഞു, നേർത്തി നേർത്തി നേർത്തി, അതല്ല അതല്ല അതല്ല. മാധ്യമ പ്രവർത്തനം ഇതല്ല 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 എന്ന് നമ്മൾ നിരന്തരമായി പറഞ്ഞിട്ടുണ്ട്. അത് പറയാനുള്ള തയ്യാറെടുപ്പ് നമുക്കുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എനിക്കറിയാം ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഈ ടെലിവിഷൻ ചർച്ചകളിൽ ഔട്ട്റേജ് ജേർണലിസം എന്ന് പറഞ്ഞൊരു പരിപാടി അർണബ് ഗോസ്വാമിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പതിട്ട് ലോകം മുഴുവനുണ്ട്. അതുണ്ടാക്കി അതിൻ്റെ ഒരുപാട് പ്രതിരൂപങ്ങൾ കേരളത്തിൽ വന്നു. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ചാനലിൻ്റെ മുതലാളി ഒരു മാധ്യമപ്രവർത്തകരുടെ സമ്മേളനത്തിൽ 10 കൊല്ലം മുമ്പ്, ഇപ്പോഴല്ല, അയാളുടെ ആങ്കർമാരോട് പറഞ്ഞത് അർണബ് ഗോസ്വാമിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അയാളെ അനുകരിക്കുന്ന പറഞ്ഞത് എന്നുവെച്ചാൽ ആ ചാനല് ഒരു കാലത്ത് വസ്തുനിഷ്ഠമായിട്ടുള്ള മാധ്യമപ്രവർത്തകർക്ക് പേര് കേട്ട ചാനലായിരുന്നു. ആ ചാനലിന്റെ മുതലാളി, പുതിയ മുതലാളി പറഞ്ഞത് ഇത് അർണബ് ഗോസ്വാമിക്ക് പഠിക്കാനാണ്. അപ്പൊ ഇതിന്റെയൊക്കെ കൂട്ടത്തിൽ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ നമ്മുടെ മാധ്യമ രംഗത്ത് സജീവമായിട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യയിലെല്ലാം എടുത്ത് പോയി കഴിഞ്ഞാലും അവിടുത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് സ്വന്തമായിട്ട് ചാനലില്ലാത്ത ഒരു സ്ഥലം കാണാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം കൂടെ കുഴഞ്ഞു മറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് യഥാർത്ഥ മാധ്യമ പ്രവർത്തനം, അല്ലെങ്കിൽ മാധ്യമങ്ങൾ നേരിടുന്ന ജനാധിപത്യ വെല്ലുവിളി എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ മാധ്യമങ്ങളെ പറ്റി, മാധ്യമം നടത്തുന്ന മുതലാളിമാരെ പറ്റി, മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന സർക്കാരുകളെ പറ്റി, അവരെ പറ്റി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. നമ്മളെ പറ്റി തന്നെ പഠിക്കണം. നമുക്ക് നോ എന്ന് പറയാനുള്ള കഴിവുണ്ടാവണം. ആ നിങ്ങൾ പറയുന്ന നോ മാധ്യമങ്ങളിലെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരിക്കും. അത് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമുക്ക് ഈ സെക്ഷൻ 5 മിനിറ്റോടെ അവസാനിപ്പിക്കണം. പ്രിയപ്പെട്ട വജാഹത്ത് ഹബീബുല്ല സാർ അദ്ദേഹത്തിൻ്റെ സെക്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ആവാം. പ്രോഗ്രാമിന് തിരുത്തി കൊടുക്കാത്തതിന് കുഴപ്പം.
സർ, ഈ അസംഘടിതരായ ഞങ്ങൾ എങ്ങനെ നോ പറയും? ഈ കാണുന്ന ആളുകൾ ഒരു നോ പറഞ്ഞ കാര്യമില്ലല്ലോ. അസംഘടിതരാണ്. അതെങ്ങനെ? കാണാതിരിക്കണം. അതിനേക്കാൾ വലിയ ചെറുക്കൊന്നുമില്ല. അവിടത്തേക്ക് എത്തുമ്പോ കാണാൻ അത് നല്ലത് വരും. പക്ഷെ പൊതുവെ ഈ അഗ്രസീവ് മീഡിയകൾക്കാണ് അറ്റൻഷൻ കൂടുതൽ കിട്ടുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അതിപ്പോ നിലവിൽ നമ്മൾ മലയാളം ചാനലുകളിലും അത് കാണുന്നുണ്ട്. അപ്പൊ അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയുന്നതാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ മാറി നിന്നാൽ മതിയോ? അതാണ് അവസാനത്തെ വഴി. ബാക്കി വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു നിയന്ത്രണം കൊണ്ടും ഞാനിപ്പോൾ ഇവിടെ വന്ന് പ്രസംഗിച്ചുകൊണ്ടോ, ഞാൻ അവിടുത്തെ മാധ്യമപ്രവർത്തന സമ്മേളനത്തിൽ പോയിട്ട് നിങ്ങളെല്ലാവരും നന്നാവണമെന്ന് പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ നടത്തുന്ന മാധ്യമപ്രവർത്തനമാണോ യഥാർത്ഥ മാധ്യമപ്രവർത്തനം നിങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എപ്പോൾ ഇതിന് ആൾക്കാരില്ലാതാവുന്നു അപ്പോൾ നിൽക്കുക. എനിക്ക് ചെറിയൊരു ഡിസഗ്രിമെന്റ്. ഈ നോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സാർ പറഞ്ഞ പോലെ അൽഗോരിതം ഡിസൈഡ് ചെയ്യുന്ന സാധനങ്ങളായതുകൊണ്ട് ഇറ്റ്സ് നോട്ട് സോ ഈസി. സോ ഇപ്പോൾ സാറ് ലിസ്റ്റ് ഔട്ട് ചെയ്ത 2 ചാനലുകൾ മാത്രമല്ല, നമ്മൾ ഈ 2 ചാനൽ വാച്ച് ചെയ്യുമ്പോൾ തന്നെ സിമിലർ കണ്ടന്റുള്ള സാധനങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അൽഗോരിതം ഇത് ഡിസൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നോ ഒരുപക്ഷെ നമുക്ക് ഈ ടെക്നോളജിയെ ഉപേക്ഷിച്ച് പോവേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ബോധപൂർവമാണ് വെബ് 3.0 എന്ന് പറയുന്നത്. സത്യത്തിൽ അത് വേറൊരു ഇപ്പോഴും ഞാൻ സംസാരിച്ചിട്ട് 1 മണിക്കൂർ പോലെ 2 മണിക്കൂറുള്ള ക്ലാസ്സിനുള്ള സംഭവമാണ് ഈ വെബ് 3.0 എന്നുള്ള സാധനം. ഈ അൽഗോരിതത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് ഈ പറഞ്ഞ IRCTC കേസ് പോലെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് വരും. നിങ്ങൾ ഇഫ് യു സ്റ്റാർട്ടഡ് വാച്ചിങ് 1 or 2 ചാനൽസ് ലൈക്ക് ദിസ്, പിന്നെ നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് മോർ ലൈക്ക് ദിസ് എന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും? ഇത് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ അൽഗോരിതത്തെ നിങ്ങൾ തിരിച്ചു പഠിപ്പിച്ചാൽ മാത്രമേ എന്തെങ്കിലും നടക്കുള്ളൂ. അത് algorithm not solely depend on what we search, the location. No, ഞാൻ പറയുന്നത് ഇതില് ഗാന്ധിയുടെ സാധനമാണ്. ഞാൻ ഈ ഒരുപാട് സ്ഥലത്ത് മീഡിയ ക്ലാസ് എടുക്കുന്നതാണ്. ഞാൻ അവിടെയൊക്കെ പോയി പറയുന്ന ഒരു സിമ്പിൾ വാചകമാണ്. ഇത് മീഡിയ പ്രവർത്തകരോടല്ല പറയുന്നത്. ഇതിപ്പോ ഈ പുതിയ ടെക്നോളജിയുടെ കാലത്ത് anybody can be a journalist. All that you need is a phone and a YouTube channel or some kind of space where you can kind of produce your stuff. അല്ലേ? അത്രല്ലേ വേണ്ടൂ. അപ്പം ഞാൻ പറയുന്ന ഇതിലുള്ള ഒരാൾ പറയുന്നത് ബി ദ മീഡിയ യു വോണ്ട് ടു സീ എന്നാണ് ഞാൻ ഈ ക്ലാസ്സുകളിൽ പറയാൻ ശ്രമിക്കുന്നത്. ഗാന്ധി പറഞ്ഞ പോലെ ബി ദ മീഡിയ യു വോണ്ട് ടു സീ. പക്ഷെ പ്രശ്നം എന്താ? Nobody wants to be the media that they want to see. Yeah. So we don't have many options. That's the problem. അല്ല, ഓപ്ഷൻ ഉണ്ടാക്കണമെങ്കിൽ ഇത് ഈ ഗാന്ധി പറഞ്ഞ വഴിയേ ഉള്ളൂ. ഗാന്ധി സ്വാതന്ത്ര്യപരാർത്ഥം പറഞ്ഞതുപോലെ അതിന്റെ തുടർച്ചയായിട്ടുള്ള സാധനം മാത്രമാണ് ഈ മീഡിയയുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ. പ്രത്യേകിച്ചും ഈ അൽഗോരിതംസും ഈ ടെക്നോളജി ഈസ് ഗോയിങ് ടു കംപ്ലീറ്റ്ലി നമ്മള് പോസ്റ്റ് ട്രൂത്തിനെ പറ്റി കേട്ടിട്ടില്ല. 2016 ഇലക്ഷനിൽ മനുഷ്യന്മാരുടെ മനസ്സിനകത്തേക്ക് പ്രവേശിക്കാൻ ഈ സോഷ്യൽ മീഡിയ സൈറ്റ്സിന് ഉപയോഗിക്കാൻ വേണ്ടി ട്രംപിന് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഹാപ്പൻ ഇൻ ഇന്ത്യ ഓൾസോ. സോ ഇത് ബേസിക്കായിട്ട് ഇത് നമ്മുടെ ഭാഗത്തു നിന്ന് ഇൻഡിവിജ്വലും കളക്റ്റീവും ആയിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പിന്റെ സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഈ ഗ്രേ ഷെയ്ഡ്സ് എന്ന് പറയുന്നത് വളരെ പ്രസക്തവും പ്രാധാന്യമുള്ളതുമായിട്ട് മാറുന്നത്. ഗൗരി ലങ്കേജ് കൊല്ലപ്പെട്ട ഒരു പശ്ചാത്തലം, അതുപോലെ തന്നെ ഈ ക്യാപിറ്റലിസ്റ്റിന്റെ താല്പര്യം, സ്പോൺസറുടെ താല്പര്യം, ഈ താല്പര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ ജനാധിപത്യത്തിന്റെ കാവൽനായ എന്നതിനേക്കാൾ ഉപരി ഒരു സ്ലേവ് ഡോഗ്, വാച്ച് ഡോഗ് എന്നുള്ളതിന് പകരം സ്ലേവ് ഡോഗ് എന്നുള്ള ഒരു അടിമ നായ എന്നുള്ളതല്ല ഒന്നും കൂടെ നല്ല ഒരു വ്യാഖ്യാനം. കോർപ്പറേഷനൊക്കെ ലാപ് ഡോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യാഖ്യാനം തന്നെ ഉണ്ട്. സാറ് പിന്നെ ഈ നമ്മുടെ റിപ്പബ്ലിക് ടി വി പോലെയുള്ള ചാനലുകൾ നിരന്തരമായിട്ട് ശബ്ദിക്കുന്നത് കൊണ്ട് തന്നെ സെക്യുലർ മാധ്യമങ്ങളുടെ ശബ്ദങ്ങൾ പലപ്പോഴായി കേൾക്കാറില്ല. അപ്പം സാറ് പിന്നെ ബാബരി മസ്ജിദൊക്കെ പൊളിച്ച കാലം തൊട്ട് ഡൽഹിയിലുണ്ട്. ഫ്രണ്ട് ലൈനിലും അതുപോലെ തന്നെ
കറക്റ്റ് അവിടെ ഉണ്ട്. ആ സമയത്ത് പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദുത്വ രീതിയിലേക്ക് ദേശീയ മാധ്യമങ്ങൾ സമ്പൂർണ്ണമായിട്ട് കൂപ്പുകുത്തി എന്നുള്ളൊരു നിരീക്ഷണം ഉണ്ടാവാറുണ്ട്. അങ്ങനെ അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരമൊരു നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ അത്തരമൊരു മാധ്യമങ്ങളുടെ നിലപാടിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റും? മാറ്റങ്ങൾ സത്യത്തിൽ ഇപ്പോൾ ഈ മോദിയിലേക്കുള്ള മാറ്റം 2013-14 കാലത്ത് ഉണ്ടായത് തന്നെ. അതിൽ ഞാൻ പറഞ്ഞ സാമകാലം പേര് കണ്ടതിൻ്റെ ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ഈ അന്തസ്സിൻ്റെ അതിരുകളിലുള്ള അല്ലെങ്കിൽ അന്തസ്സില്ലായ്മയുടെ അതിരുകളിലുള്ള മാധ്യമ മുതലാളിമാരും അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതിലല്ല, because Modi started attracting huge crowds in his campaign rallies, and there was tremendous people who were ready to watch him. So even those media owners who thought that they should not slip into indecency, they also thought there is money here. ഇവിടെ പൈസ ഉണ്ട്, ഇവിടെ പിന്നെ ഇത്രയും കൂടുതൽ ആൾക്കാർ കാണുന്നത് മോദിയുടെ വലിയ ഹിറ്റാണ്. അപ്പൊ നമ്മളും ആ കൂട്ടത്തിൽ കൂടി എന്താ കുഴപ്പമെന്നാണ് ഈ ഡീസൻസി ഉള്ള മലയാളിമാർ കഴിച്ചത്. ഇപ്പോ 2024 ഇലക്ഷനിൽ അത് മാറി. എന്തുകൊണ്ടാണ് മാറി? Because people started changing. People in large parts of India, especially in Uttar Pradesh, they realized, they saw through Modi's game, and they started moving away. So the channels also started moving away. കഴിഞ്ഞ 10 വർഷമായിട്ട് വിരലെണ്ണാവുന്ന ഇന്റർവ്യൂസ് മാത്രം കൊടുത്തിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി. 2024 ലോക്സഭ ഇലക്ഷനിൽ 80 ഇന്റർവ്യൂ ആണ്, 80 ഇന്റർവ്യൂസ്. അഫ്കോഴ്സ് എല്ലാം സ്റ്റേജ് മാനേജർ ഇന്റർവ്യൂസ് ആയിരുന്നു, പക്ഷേ 80 ഇന്റർവ്യൂ കൊടുക്കേണ്ടി വന്നു. പത്രക്കാരെ കാണില്ല എന്ന് പറഞ്ഞ ആളാണ്. അവരിപ്പോ ഹിന്ദുവിന്റെ എഡിറ്റർ അല്ല, അവരിപ്പോ ഹിന്ദുവിന്റെ മുൻ എഡിറ്ററാണ്. ഹി ഈസ് നോ ലോnger the editor. When she was editor, she did go and meet Modi, and of course he also keeps praising Modi repeatedly. So ഈ 80കളിൽ മരുമകനും അമ്മാവനും തമ്മിൽ പ്രശ്നം ഉണ്ടായത് രാജീവ് ഗാന്ധിയുടെ പറ്റിയിട്ടാണെങ്കിൽ ഇവിടെ കുടുംബത്തിൽ വേറെ ഒരുപാട് പ്രശ്നമുണ്ട്. ഹിന്ദു ഇസ് നോ ലോnger joint family, it is a Hindu disunited family, disjoint family. സർ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. മാധ്യമ പ്രവർത്തകർക്ക് ഈ അടുത്ത കാലത്ത് 2-3 വർഷങ്ങൾക്കിടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പല അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഭാഷ സിംഗൊക്കെ നേരിട്ട് അവരുടെ വീട്ടിൽ വന്ന് അറ്റാക്ക് ചെയ്തൊക്കെ പറഞ്ഞു. ന്യൂസ് ക്ലിക്കിന്റെ ഭാഷ സിംഗൊക്കെ അവർക്കുണ്ടായ കുറെ അനുഭവങ്ങൾ, അറ്റാക്ക് ബൈ ദ ത്രൂ ദ മീഡിയ ഇന്റലിജൻസ്. അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ അറ്റാക്കിന് വിധേയമായിട്ടുള്ള ഇന്ത്യയിലെ ജേർണലിസ്റ്റുകൾ ആരൊക്കെയാണ്? ഏതൊക്കെ പ്രധാനപ്പെട്ട ആളുകളെന്ന് സൂചന നൽകാവോ? അതൊരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ ഫുഡ്കാസ്റ്റ് ഉണ്ട്, ഭാഷാ സിംഗ് ഉണ്ട്, പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ജമ്മു ആൻഡ് കാശ്മീരിലുള്ള നിരവധി ജേർണലിസ്റ്റുകളുണ്ട്. ഉത്തർപ്രദേശിലെ ഒരു ലോവർ പ്രൈമറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് മണ്ണ് കുഴച്ച് കൊടുക്കുന്നത് കാണിച്ച യൂട്യൂബറുണ്ട്. അയാളെ 6 മാസമാണ് ജയിക്കാൻ, അതിന് മരിച്ചും പോയി. ജയിലെടുത്തോണ്ടല്ല. അപ്പോൾ അങ്ങനെ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നിങ്ങളൊക്കെ യൂത്ത് പോളിറ്റിക്സ് ഒക്കെ ഉള്ളതാക്കാൻ ഞാൻ പല സമയത്ത് പറയുന്നതാണ്. ഇതൊക്കെ നമ്മുടെ എല്ലാവരും റെസ്പോൺസിബിലിറ്റിയാണ് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ജമ്മു കാശ്മീരിലെ ഈ മാധ്യമപ്രവർത്തകർക്ക് കഴിഞ്ഞ 10 വർഷത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് വിശദമായ റിപ്പോർട്ട് ഐഡത്തിന്റെ വെബ്സൈറ്റിലുണ്ട്. അതിനകത്ത് പ്രോബ്ലം ഇതിലോ ഇതിപ്പം കൺസേൺഡ് ആയിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടി താല്പര്യമുണ്ടാവുന്ന സംഘടനകളും സ്ഥാപനങ്ങളും, പക്ഷെ അത് ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എന്നോട് വിശ്വനാഥ് പ്രതാപ് സിംഗ് പറഞ്ഞിട്ടൊരു കാര്യമാണ്. വിശ്വനാഥ് പ്രതാപ് സിംഗ് കോമൺവെൽത്ത് ഗെയിംസിന് വേണ്ടിയിട്ട് അവിടെ ഡൽഹിയിൽ നിന്ന്
ആയിരക്കണക്കിന് ചേരി നിവാസികളെ കുടിയൊഴിപ്പിച്ച് അവരെ ഡൽഹിക്ക് പുറത്തേക്ക് കൊണ്ടു. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയും അവർക്ക് വേണ്ടി നിന്നില്ല. കോൺഗ്രസ് ആയിരുന്നു കോമൺവെൽത്ത് ഗെയിംസിന് തയ്യാറപ്പെടുത്തിക്കൊണ്ട്. പിന്നെ ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടി, BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയുടെ അഭിമാനം ഉയർത്തുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞിട്ട് ഈ ചേരി നിവാസികളെ കുടിയൊഴിപ്പിച്ചതിന് കൂടെ അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ വേണ്ടി ഒരാളുണ്ടായിട്ടില്ല. VP സിംഗ് ഒഴിച്ചു. VP സിംഗ് ആണെങ്കിൽ ആ സമയത്ത് എല്ലാ 2 ദിവസം കൂടുമ്പോഴും ഡയാലിസിസ് നടത്തുന്ന ഒരാളാണ്. ഇവര് ഓൾട്ടർനേറ്റ് ഡേ. അപ്പോൾ ഇയാള് ഈ ഒരു ദിവസം സമരം ചെയ്യും, പിറ്റേ ദിവസം ഡയാലിസിസ് എടുക്കും. അപ്പോൾ ഡയാലിസിസ് എടുക്കുന്ന സമയത്ത് എന്നെ പോലെയുള്ള മൊബൈലിന് അടുപ്പമുള്ള മാധ്യമപ്രവർത്തകരായി സംസാരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കറിയാം ഇത് ചുരുക്കി ഒരു കാരണവശാലും നിങ്ങൾ ജയിക്കാൻ പോകുന്ന സമരമാണ്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടികളും എല്ലാവർക്കും ഇന്ത്യയുടെ അഭിമാനമാണ് വേണ്ടത്. ശ്രീനിവാസനാണ് അതായത് വെങ്കടേഷ് എല്ലാ സമരങ്ങളും ജയിക്കാൻ വേണ്ടിയല്ല നടത്തുന്നത്. തോൽക്കുന്ന സമരങ്ങൾക്ക് വലിയ പ്രസക്തി. അത് ഞാൻ സ്വയം ആശ്വസിപ്പിക്കുന്നതാണ്. ആയിടത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ തോൽക്കുന്ന സമരമായിരിക്കും. അത് തോൽക്കുന്ന സമരങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള വാല്യൂ വിശ്വസിക്കുന്നതാണ് ഞാൻ.